ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായിട്ടും ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. നമ്മളെല്ലാവരും നമ്മളുടെ മുന്നോട്ടുള്ള ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അച്ചീവ് ചെയ്യാൻ എളുപ്പമാണ്. ഇല്ലെങ്കിൽ എന്താ പറ്റുന്നത്, എവിടെയാണ് എത്തേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ അലഞ്ഞു പോകുന്ന ഒരവസ്ഥ. സോ ഇവിടെ നമ്മുടെ ഡ്രീംസിനെ റിയാലിറ്റി ആക്കി മാറ്റാൻ തീർച്ചയായിട്ടും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടൂളാണ് ഗോൾ സെറ്റിംഗ്. സോ മനോജ് സാറിൽ നിന്ന് എങ്ങനെയാണ് ഗോൾ സെറ്റിംഗിലേക്ക്, ഡ്രീമിൽ നിന്ന് എങ്ങനെ റിയാലിറ്റിയിലേക്ക് എത്താം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാം. നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മനോജ് കുമാർ സാർ. മനോജ് സാർ, യു ആർ വെൽക്കം. Thank you, Savi sir. Once again, welcoming all of in this platform. So, there's a wonderful opportunity to present today's subject as Sabu sir was saying. Well, നമുക്ക് ഇന്നത്തെ ഷോ ആരംഭിക്കാം. ഞാനൊരു കോട്ടോടു കൂടിയാണ് ഇന്നത്തെ ഷോ ആരംഭിക്കുന്നത്. Whatever the mind can conceive and believe, the mind can achieve. Whatever the mind can conceive and believe, the mind can achieve. ഞാൻ ഈ കോട്ട് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്, പല സെഷനിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് ഫാനുമാണ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ഇദ്ദേഹത്തിന്. സാബു സാറേ, നമ്മുടെ സെഷനിലും ഇദ്ദേഹത്തെ കോട്ടോടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, യെസ്, നെപ്പോളിയൻ ഹിൽ. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു, വാട്ട് എവർ ദ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ദ മൈൻഡ് ക്യാൻ അച്ചീവ് എന്നുള്ളത്. ശരിയാണ്, നമ്മൾക്കൊക്കെ അറിയാം, സാബു സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സ്വപ്നങ്ങളൊക്കെയും നമ്മുടെ പൂവണിയാൻ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോളുകളൊക്കെ ഒരുപക്ഷെ എൻ്റെ ലക്ഷ്യപ്രാപ്യത്തിലെത്താൻ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സൂടെ സംബന്ധിച്ചെങ്കിൽ മാത്രമേ മെൻ്റലി വി ഓൾ ഹാവ് ടു പ്രിപ്പയർ. അതായത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോലെ മനസ്സിന് ആലോചിക്കാനും വിശ്വസിക്കാനും കഴിയുന്നത് എന്തും മനസ്സിന് നേടാൻ കഴിയുമെന്നാണ് നെപ്പോളിയൻ ഹില്ലിനെ പോലെ ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു സബ്ജക്റ്റിന് ഇങ്ങനെ ഒരു പ്രസക്തിയും വന്നത്. ടേൺ ഡ്രീംസ് ഇൻ യുവർ റിയാലിറ്റി, ഓക്കെ, ബൈ മാസ്റ്ററിങ് ഗോൾ സെറ്റിംഗ്. നെപ്പോളിയൻ ഹിൽ പറഞ്ഞതുപോലെ, ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. നമ്മൾ എത്ര പേര് കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടെന്ന് എപ്പോഴെങ്കിലും നമ്മൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട്? ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നമ്മളുടെയൊക്കെയും എന്താണ് കണ്ട സ്വപ്നങ്ങൾ ശരിക്കും അതിൻ്റെ ഒരു ലക്ഷ്യപ്രാപ്യത്തിൽ എത്തിയിട്ടുണ്ടോ? അതിൽ എത്ര പേർ വിജയിച്ചിട്ടുണ്ടോ എന്നും എനിക്കറിയട്ടെ. അത് ആലോചിക്കേണ്ട വിഷയമാണ്. അതാണ് ഇന്ന് നമ്മൾ ആലോചിക്കാൻ പോകുന്നു. അപ്പം വിജയം എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ആസൂത്രണം വേണം. ഒരു പ്ലാനിങ് ഇല്ലാതെ നമ്മൾ വിജയം ഒന്നും പെട്ടെന്ന് നമുക്ക് എത്തിപ്പിടിക്കാനായിട്ട് പറ്റുന്ന കാര്യമല്ല. അതിനൊരു ലക്ഷ്യം വേണം. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് പരിശ്രമം വേണം, സ്ഥിരമായ ഉത്സാഹം വേണം, പെർസിസ്റ്റൻസ് ഒക്കെ നമുക്ക് ഇതിന് വേണം. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങളെ പ്രാപ്യമായ ലക്ഷ്യങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ ഇത് നമ്മൾ ജോലി ചെയ്യുന്നവരാകാം, ബിസിനസ് ചെയ്യുന്നവർ ആകാം, പേഴ്സണൽ കാര്യങ്ങളിലേക്കാകാം, ആരോഗ്യമാകാം, വിദ്യാഭ്യാസമാകാം, എന്നിങ്ങനെ ഏത് മേഖല എടുത്താലും വ്യക്തവും അർത്ഥവ്യക്തവുമായ ലക്ഷ്യങ്ങൾ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ അത് വിജയിച്ച് നമുക്കൊരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാനും പറ്റുള്ളൂ. എന്താ എല്ലാ ലക്ഷ്യങ്ങളും ഒരുപോലെ അല്ല, ആണോ? അല്ല. പലരും അസ്പഷ്ടമായോ യാഥാർത്ഥ്യരഹിതവുമായ ലക്ഷ്യങ്ങൾ മനസ്സിൽ കാണുകയും അല്ലെങ്കിൽ അത് സജ്ജമാക്കുകയും അതിന് പുരോഗതി ഉണ്ടോ എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ, അല്ലെങ്കിൽ ആ പുരോഗതിക്ക് എവിടെയെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പ്രചോദനമൊക്കെ അങ്ങ് ചോർന്നു പോകും ചിലപ്പോൾ. അപ്പോൾ പലപ്പോഴും അവിടെ വെച്ചാണ് പലരും ഈ ഗോൾ സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊരു ലക്ഷ്യപ്രാപ്തി ഇല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. സോ അത് പാടില്ല. അപ്പം അതുകൊണ്ടാണ് ഈ നമ്മളുടെ ഡ്രീംസ് ഒക്കെ റിയാലിറ്റിയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നു.
അപ്പോൾ ആ ഗോൾ സെറ്റ് ചെയ്യുന്ന ഗോളുകൾക്ക് നമ്മളത് മാസ്റ്റർ ചെയ്ത് അതിന് കുറേ ടൂൾസും ടെക്നിക്സും ഒക്കെ, ഒരുപാട് ടൂൾസും ടെക്നിക്സും ഒക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ, ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കലയാണ്. ഇറ്റ്സ് ആൻ ആർട്ട് ഫോം ആക്ച്വലി. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് ഒരു കലയിൽ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ. അത് വളരെ മനോഹരമായി ചെയ്യേണ്ട ആ, ഒരു ശാസ്ത്രമാണ് ശരിക്കും പറഞ്ഞാൽ. അതിന് പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. ഓക്കെ, മനോജ് സാറേ, ഈ ഗോൾ സെറ്റ് ചെയ്യും നമ്മളൊക്കെ, എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാം പുഴ ഒഴുകുന്ന പോലെയാണ് നമ്മളുടെ ഗോള്. അങ്ങ് ഒഴുകി പോവുക, എവിടെയൊക്കെയോ ചെന്ന് അടിയുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷെ പുഴയ്ക്കിൻ്റെ ഒഴുക്കിനെതിരായിട്ട് നമ്മൾ നീന്താൻ പഠിക്കുമ്പോഴാണ് കറക്റ്റ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു യെസ്, ലക്ഷ്യം പൊതുവെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അത് അത്യാവശ്യമാണ്, എങ്കിലാണ് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒഴുക്കിനെതിരെയൊക്കെ അങ്ങനെ കിടന്നു കഴിഞ്ഞാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തുകയുള്ളൂ. സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പോൾ ആ ഒഴുക്കിന് എതിരായിട്ട് നീന്താനും നമുക്ക് ആ ദിശയിലാണോ ഉള്ളതെന്നൊക്കെ പറയാം. തീർച്ചയായിട്ടും യു ഹാവ് ടു ടേക്ക് സം എഫേർട്സ്. നമുക്കതിന് ഒരുപാട് കഠിനാധ്വാനങ്ങളൊക്കെ വേണം. സാറ് പറഞ്ഞത് ഐ എഗ്രി 100% സാർ. ദർ ഇസ് നോ ഡൗട്ട്. അപ്പോൾ അങ്ങനെങ്കിൽ ഉള്ളെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ശരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്യേണ്ട കുറേ ടെക്നിക്കുകളുണ്ട്. നമ്മൾ വെറുതെ ഇപ്പോൾ സാറ് കൃത്യമായിട്ട് സൂചിപ്പിച്ചതുപോലെ അപ്പോൾ അതിനൊക്കെ ഒരു ആസൂത്രണവും ഈ തടസ്സങ്ങളുണ്ടാവുമല്ലോ സാർ. ആ തടസ്സങ്ങളെ മറികടക്കാനുള്ള തന്ത്രങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ അങ്ങനെ കുറച്ച് ടൂൾസ് ഞാൻ നേരത്തെ പറഞ്ഞ, അല്ലെങ്കിൽ തന്ത്രങ്ങളാവാം, ടെക്നിക്സ് ആവാം, സ്ട്രാറ്റജീസ് ആവാം, ഇതൊക്കെ ആയാൽ അപ്പോൾ അത് നമ്മുടെ പ്രചോദനം നിലനിർത്താനും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള വഴികളാണ് നമ്മൾ ഇന്നിവിടെ ശരിക്കും പറഞ്ഞാൽ സാറ് കൃത്യമായിട്ട് സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള കുറേ സിസ്റ്റങ്ങളുണ്ട്. ആ സിസ്റ്റങ്ങളുടെ പ്രാധാന്യമുണ്ട്. അപ്പം നമുക്ക് ശരിക്കും ഒരു ഷോർട്ട് ടൈം സക്സസിനൊക്കെ വേണ്ടി നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ വലിയ പ്ലാനിങ്ങോ ഗോൾ സെറ്റിങ്ങോ ഒന്നും ആവശ്യമല്ല. പക്ഷേ ലോങ് ടൈം, ഇഫ് യു ഹാവ് എനി ലോങ് ടൈം പ്ലാൻസ് ടു അച്ചീവ് ടു സക്സസ്, ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ കൂടെ മാത്രം പോയാൽ, നമ്മളത് മാസ്റ്റർ ചെയ്താൽ, ആ ഗോൾ സെറ്റിങ്ങിൽ കൂടെ ഒക്കെ പോയാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ശീലങ്ങൾ, പല ശീലങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. ഇതിനൊരു ഉത്തരവാദിത്വം വേണം. അപ്പോൾ അങ്ങനെയുള്ള ആ ശീലങ്ങളും ഉത്തരവാദിത്തമൊക്കെ വളർത്തിയെടുത്താണ് വി ആർ ഗോയിങ് ടു മാസ്റ്റർ ദിസ്, ടു ടേൺ അവർ ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിനൊക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഐ വിൽ റീഡ് ഫോർ യു. ഡോണ്ട് ജസ്റ്റ് സെറ്റ് ഗോൾസ്, അച്ചീവ് ദം. ലക്ഷ്യങ്ങൾ അങ്ങനെ വെറുതെ വെച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ലക്ഷ്യങ്ങൾ വെക്കുക മാത്രമല്ല ചെയ്യത്, പക്ഷേ അവ നേടിയെടുക്കണം. നമുക്കറിയാം, ഈ പലരും ഈ ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ നമുക്ക് പുതിയ സ്ട്രാറ്റജി, റെസൊല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞ് മെനി പീപ്പിൾ സ്റ്റാർട്ട് ദ ഇയർ വിത്ത് ഫ്രഷ് പ്ലാൻസ്, ബിഗ് ഡ്രീംസ് ആൻഡ് മോട്ടിവേഷൻ, അല്ലേ? പലരും പുതിയ പദ്ധതികൾ കൊണ്ടുവരും, വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും, വലിയ വലിയ ആവേശത്തോടെ, പ്രചോദനത്തോടെ ആണ് ഈ വർഷം ആരംഭിക്കുന്നത്. ന്യൂ ഇയർ ആണ് ജാനുവരിയിലൊക്കെ. പക്ഷേ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ബട്ട് ബൈ മാർച്ച് മോസ്റ്റ് ഓഫ് ദോസ് ഗോൾസ് ആർ ഫോർഗട്ടൺ. നമ്മൾ തന്നെ മറന്നു പോകും, അല്ലേ സബു സാറേ? അങ്ങനെ അല്ലേ? നമ്മൾ പല കാര്യങ്ങളും സെറ്റ് ചെയ്തതിലൊക്കെ ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ അത് മറന്നു പോകാറുണ്ട്, അല്ലേ? ശരിക്കും പ്രയോറിറ്റി പറഞ്ഞാൽ മാറിപ്പോവും, പ്രയോറിറ്റി മാറിപ്പോവും. പ്രയോറിറ്റി മാറിപ്പോവും. നമ്മുടെ പ്രശ്നങ്ങളായിരിക്കാം, സാഹചര്യങ്ങൾ ഒരു പക്ഷേ ഇറ്റ് വിൽ ടേൺ ഇൻ ടു സം യുവർ ഫോക്കസ്. നമ്മളിതെല്ലാം ഉണ്ടല്ലോ, സാഹചര്യങ്ങളും കാരണമാണ് സാർ. അപ്പോൾ അങ്ങനെ ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ കാര്യങ്ങൾ കുറച്ചൊക്കെ അങ്ങ് മറന്നു പോകും. അങ്ങനെ സംഭവിക്കാറുണ്ട്. ഓക്കെ, അതിന് ശരിക്കും പറഞ്ഞിട്ട് നോട്ട് ബിക്കോസ് ഓഫ് ദേ ആർ നോട്ട് മോട്ടിവേറ്റഡ് ഓർ അൺമോട്ടിവേറ്റഡ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പ്രയോജനത്തിൻ്റെ ഒരു കുറ്റം മാത്രം നമുക്ക് പറയാൻ പറ്റും, പ്രയോജനം ഇല്ലാത്തത് കൊണ്ടല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇൻ സിമ്പിൾ വേർഡ്സ്, ദേ ഡോണ്ട് ഹാവ് എ പ്ലാൻ. ലളിതമായി പറഞ്ഞാൽ സാറേ, സബു സാറേ, നമുക്ക് ആർക്കും അങ്ങനെ ഈ ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ ഇല്ലാതെ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ഫോർഗട്ടൺ, മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ നോട്ട് റിയലൈസിങ്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്ലാനോടുകൂടി പദ്ധതി ചെയ്യുന്ന ഈ ഡ്രീംസും ഗോൾ സെറ്റിങ്ങും മാത്രമേ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുള്ളൂ. ആൻഡ് എ ഗോൾ വിത്തൗട്ട് എ പ്ലാൻ, ഇറ്റ്സ് ഓൺലി എ വിഷ്. നമ്മുടെ ഒരു ആഗ്രഹം മാത്രമായിട്ട് അത് കിടക്കും. കറക്റ്റ്? അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇതിനെയൊക്കെ ഒന്ന് മറികടക്കാനായിട്ട് നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ടോ എന്ന് നോക്കാം.
അപ്പോൾ അതെന്താണെന്ന് നോക്കുമ്പോൾ നമ്മൾ ആ വഴിക്കൂടെ തന്നെ വിടണം. സോ വി ഹാവ് ടു മാപ്പ് ദ റൂട്ട്. ദർ ആർ സം റൂട്ട്, ദർ ആർ മെനി റൂട്ട്സ്. പക്ഷെ അങ്ങനെ റൂട്ടുകൾ നോക്കുമ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് വഴികൾ ഇപ്പോൾ ഒക്കെയാണ് നമ്മളൊക്കെ പല മാപ്സ് ഉപയോഗിക്കുമ്പോൾ ദർ ആർ സോ മെനി വേസ്. സോ വി ഹാവ് ടു മാപ്പ് അവർ റൂട്ട് ഫസ്റ്റ്. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. വി ഓൾ നോ ദാറ്റ് ഹൗ ദാറ്റ് യൂഷ്വലി ടേൺസ് ഔട്ട്. നമ്മുടെ ഈ സ്വപ്നങ്ങളായി മാത്രം അവശേഷിക്കുന്നത് അത് എന്താണെന്നും അത് എങ്ങനെ അവസാനിക്കുന്നു ഒക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വി ഓൾ നോ ആക്ച്വലി. So, if you want to turn the dreams into reality, you need a roadmap to guide you, as I said. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ goal setting is the starting point. We are just started from a point. We have set the goals. It's only a starting point. So we have to reach our destination. That is how here we are going to check 5 systems. Actually, that works like this roadmaps. Okay. ഈ റോഡ് മാപ്പ് പോലെ നമുക്ക് നമ്മളൊരു റോഡിൽ കൂടെ പോകുമ്പോൾ ദർ ആർ റോഡ് ഡിറക്ഷൻസ്, ദർ ആർ റോഡ് സൈൻസ്, വേർ ടു ടേക്ക് ദ ഡീവിയേഷൻ, വേർ ടു ടേക്ക് ദ ടേൺസ്, വേർ ടു ടേക്ക് ദി there are many road maps same like this. So goal setting needs a route map, and you have to start from a point. So let us look at 5 systems. There are many systems, as I said earlier. ഒരുപാട് സിസ്റ്റംസ് ഒക്കെ അവൈലബിൾ ആണ്. എങ്കിലും നമുക്കൊക്കെ ചെയ്യാവുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ സിസ്റ്റങ്ങൾ കൂടെ പോയാൽ മാത്രമേ നമുക്ക് അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമുക്കങ്ങനെ നമ്മുടെ സ്വപ്നങ്ങളെ പ്രായോഗികമാക്കാൻ വേണ്ട ഒരു 5 സിസ്റ്റങ്ങളെ കുറിച്ച് ലെറ്റ് us talk about today. Number 1 is the സ്മാർട്ട് ഗോൾസ്. എല്ലാവർക്കും അറിയാം, എല്ലാവരും സ്മാർട്ടാണ്. ഇപ്പോൾ എല്ലാം സ്മാർട്ടായിട്ട് മാത്രം ചിന്തിക്കുന്ന സിസ്റ്റംസ് ആണ്. ആൾക്കാർ സ്മാർട്ടാണ്. അപ്പോൾ എന്താണ് ഈ സ്മാർട്ട് എന്നുള്ളതിനെ കുറിച്ച് നോക്കുമ്പോൾ what we can see is this method gives you a clear measurable milestone to hit. Okay, ഇപ്പം ഈ രീതിയിൽ നമുക്ക് വ്യക്തമായിട്ടൊരു വ്യക്തവും അളക്കാൻ പറ്റുന്നതുമായ കുറേ മൈൽ സ്റ്റോണുകളെ നമുക്ക് നൽകുന്നുണ്ട്. ഈ രീതിയിൽ പോയാൽ സ്മാർട്ട് ഗോൾസിന്റെ സെറ്റിങ്ങിലൂടെ പോയാൽ so you can we can achieve most of our the milestones. അപ്പോൾ എന്താണ്? yes starts with the specific. okay, so clearly define the exact outcome you want. അപ്പം നമുക്ക് പലപ്പോഴും ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ മറന്നു പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മൾക്ക് കൃത്യമായിട്ട് എന്താണ് വേണ്ടതെന്ന് നമ്മളൊരു ഡെഫിനിഷനായിട്ട് തന്നെ അതിനൊരു നിർവചനം കൊടുക്കണം. വാട്ട് ഐ നീഡ് ആക്ച്വലി, ദാറ്റ് ഷുഡ് ബി സ്പെസിഫിക്, ക്ലിയർലി. Agreed? അടുത്തതാണ് എം. അടുത്തത് നമുക്ക് നോക്കാം എന്താണ് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷറബിൾ ആണ്. യെസ്, ഓക്കെ. സോ വാട്ട് ഈസ് മെഷറബിൾ? സെറ്റ് ക്വാണ്ടിഫയബിൾ ക്രൈറ്റീരിയ ടു ട്രാക്ക് യുവർ പ്രോഗ്രസ്. നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്ത് നമ്മളുടെ തന്നെ പുരോഗതിയെ ട്രാക്ക് ചെയ്യാൻ അളക്കുന്ന മാനദണ്ഡങ്ങൾ വേണം. എൻ്റെ ക്വസ്റ്റ്യൻ, ഈ അടുത്തത് എമ്മിൽ വരത്തില്ല. എ എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് ജസ്റ്റ് എന്നെ ഒന്ന് അസിസ്റ്റ് ചെയ്യാമോ? ആർക്കെങ്കിലും somebody can help me out? യെസ്, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. യെസ്, അച്ചീവബിൾ എന്നല്ലേ സാർ പറഞ്ഞത്? രാജു സാർ, യെസ്, അച്ചീവബിൾ. യെസ്, അറ്റൈനബിളും ആകാം. യെസ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മീനിങ് ഒന്നും തന്നെയല്ലേ ഒരു പക്ഷെ അച്ചീവബിൾ എന്ന് പറയാൻ നമുക്ക് എൻഷുവർ ദ ഗോൾ ഇസ് റിയലിസ്റ്റിക് വിതിൻ യുവർ കപ്പാസിറ്റി. ഓക്കെ, നമുക്ക് സാധ്യമായത് മാത്രമേ നമുക്ക് അങ്ങനെ അച്ചീവബിൾ ആയിട്ടുള്ള കാര്യം ഒരു ഗോൾ മാത്രമേ നമ്മൾ പിന്നെ സെറ്റ് ചെയ്യാവുള്ളൂ. എൻഷുവർ യുവർ ഗോൾ ഈസ് റിയലിസ്റ്റിക് വിതിൻ യുവർ കപ്പാസിറ്റി. നമ്മുടെ കഴിവുകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു ലക്ഷ്യമായിരിക്കണമെന്ന് ഉറപ്പുവരുത്തണം. എൻഷുവർ. ഓക്കെ. Now, R means relevant. എന്താണ് relevant? Align the goal with your broader objectives. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഓബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അതുമായിട്ട് അലൈൻ ചെയ്യുന്നതുമായിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം. ദ സബ്ജക്ട് മാറ്റർ ഷുഡ് ബി റെലവൻ്റ് എന്ന് പറയുന്ന മാതിരി തന്നെ ആയിരിക്കണം ഗോൾ സെറ്റ് ചെയ്യപ്പെടും. ആർ ടി എനി ഗസ് ഫോർ ദ ടി? രാജു സാറേ? Time bound. So set a clear deadline to achieve it. സമയബന്ധിതമായിട്ട് നമ്മൾ അതിനെ എപ്പോഴാണ് ബൈ എൻഡ് ഓഫ് ദിസ്
ഇയർ, ബൈ എൻഡ് ഓഫ് ദിസ് മന്ത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ ഇതിന് ഈ സ്മാർട്ട് ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം ഈ പറയുന്ന സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റിലവൻ്റ് ആൻഡ് ടൈം ബൗണ്ട് ഗോൾസ് ആയിരിക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുപാട് ഉദാഹരണങ്ങൾ എല്ലാവർക്കും വേണമെങ്കിൽ പറയാം. ഞാൻ 3 മാസത്തിനുള്ളിൽ 5 കിലോഗ്രാം ഭാരം കുറയ്ക്കും. നമ്മളെല്ലാവരും ചിലപ്പോഴൊക്കെ പറയാറുള്ളതുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞതിനകത്ത് 3 മാസം കൊണ്ട് ദാറ്റ് ഈസ് മെഷറബിൾ ആണ്. 5 കിലോഗ്രാം ഉണ്ട്, അതും എൻ്റെ അച്ചീവബിൾ ആണ്. 3 മാസം എന്ന് പറയുന്ന ടൈം ബൗണ്ടുമാണ്, വ്യക്തവുമാണ്. 5 കിലോയാണ് എൻ്റെ മനസ്സിലുള്ളത്, അളക്കാവുന്നതുമാണ്. തൂക്കം രാജു സാറേ ഒരു ഉദാഹരണമാണ്. യെസ്. അപ്പം സോ let us set smart goals to achieve all this, to cover all these points. Let us look at the number 2. So these are the smart goals as a picture. Then you can take these steps to achieve your goals. Number two goals are hard goal, HARD. So need to feel in your gut feeling എന്നൊക്കെ പറയല്ലോ. നമ്മുടെ ഗട്ട് ഫീലിംഗ് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഹാർഡ് ഗോൾസ് ടാപ്പ് ഇൻ ടു യുവർ ഇമോഷൻസ് ടു കീപ് യു ഡ്രിവൺ. ഓക്കെ, ഹാർഡ് ലക്ഷ്യങ്ങൾ ശരിക്കും നമ്മളുടെ ഒരു നമ്മളുടെ വികാരത്തിൽ എത്തി നമ്മളെ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ശരിക്കും പറഞ്ഞാൽ. എൻ്റെ സജ്ജീകരണം ഒക്കെ. ഓക്കെ, so let us look at what is this H stands for. It should be heartfelt. Connect deeply with your goal on an emotional level. നമ്മൾ വൈകാരികമായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് ചെയ്യുന്ന ഗോളിന് നമുക്കൊരു വൈകാരികത വേണം, അല്ലേ? ഒരു ഫീൽ നമ്മുടെ ഫ്രം വിതിൻ എന്നൊക്കെ പറയുന്ന മാതിരി നമ്മുടെ ലക്ഷ്യവുമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വികാരപരമായി ഒരു ആഴത്തിലുള്ള ഒരു ബന്ധം ഉള്ള ഒരു സാധനമായിരിക്കണം അത്, ഹാർട്ട് ഫെൽറ്റ്. ഓക്കെ, അങ്ങനെയുള്ള ഇതായിരിക്കണം. ഈ ഹാർഡ് ഗോൾസ് വരുന്ന കാറ്റഗറിയിലുള്ളത്. അനിമേറ്റഡ്, വിഷ്വലൈസ് അച്ചീവിങ് യുവർ ഗോൾ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ സെറ്റ് ചെയ്ത കാര്യം എന്താണോ ചിത്രീകരിക്കണം. നമുക്ക് ഈ നമ്മുടെ ആ ലക്ഷ്യം സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളത് കാണണം. നമ്മൾ ഈ പറഞ്ഞ പോലെ അഫർമേഷൻസിനെ കുറിച്ചൊക്കെ മിക്കവാറും പേരെല്ലാവരും ഒക്കെ പറയാറുണ്ട്. അഫർമേഷൻ ചെയ്ത് സോ യു ആർ ഡ്രീമിങ് ആൻഡ് ഫൈനലി വാട്ട് വി ആർ ഓൾ ലുക്കിംഗ് അറ്റ് ഈസ് സാർ അഡ്മിറ്റ് ചെയ്തു. ആ പിക്ചർ പോയിട്ടുണ്ടേ, പവർ പോയിന്റ് പോയി. ഇപ്പോൾ കേൾക്കാവോ സാറേ? കേൾക്കാം. പവർ പോയിന്റ് പോയിട്ടുണ്ടേ, ഷെയർ ചെയ്യാം. Yes. Is it clear, sir, now? Okay. Right. But നെറ്റിന്റെ പ്രശ്നമുണ്ടോ? മേ ബി ആയിരിക്കും. എനിവേ, so we were talking about the animate, visualizing, then the required one. Focus on goals that are necessary, important. അപ്പോൾ വളരെ അത്യാവശ്യവും പ്രധാനപ്പെട്ടവും ആയ ലക്ഷ്യങ്ങളിൽ മാത്രമേ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാവൂ. നമുക്ക് ചെറിയ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ ലീവ് ദാറ്റ് വൺ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ആർ റിക്വയർഡ്. ദ ഫൈനൽ വൺ ഈസ് ദ ഡിഫിക്കൽട്ട്. സാബു സാർ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇതാണ്. ഓക്കെ, പുഷ് യുവർ സെൽഫ് ടു റീച്ച് ഗോൾസ് ബിയോണ്ട് യുവർ യൂഷ്വൽ ലിമിറ്റ്സ്. നമുക്കെല്ലാം പരിധികളുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ഓൾ വി ഹാവ് ദ ലിമിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ. നമ്മൾ ആ ഒരു ലിമിറ്റേഷനാണ് പല കാര്യങ്ങളും നമ്മളെ അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിൽ എത്താതായിട്ട് ആ ലിമിറ്റിലൊക്കെ നമ്മൾ തന്നെ അങ്ങ് ഒതുങ്ങി നിൽക്കും. സോ വി ആർ നോട്ട് ഗോയിങ് എന്താ ബിയോണ്ട് ദ ലിമിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം. സാബു സാർ അതാണ് വ്യക്തമായിട്ടാണ്, ഒഴുക്കിനെതിരെ നീന്തേണ്ടി വന്നാൽ നീന്തണം. ഓൾറൈറ്റ്, സോ ഇങ്ങനെയുള്ള ഹാർഡ് ഗോൾസിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇറ്റ് കവേഴ്സ് എവരിതിങ് ആക്ച്വലി. ഉദാഹരണത്തിന് ഞാൻ ഓരോ ഗോൾ ഈ കാറ്റഗറി ഒരു ഉദാഹരണം കൂടെ പറയാം. ചിലപ്പോൾ നമ്മളൊക്കെ എല്ലാവരും വീട് വെക്കുന്ന ഒരു സ്വപ്നം കാണുന്നവരാണ്.
ഓക്കെ, എൻ്റെ കുടുംബത്തിന് ഒരു സുരക്ഷിതമായ വീട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ഹാർഡ് ഗോൾ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഗോളാണ് ശരിക്കും. അതിനകത്തെല്ലാം ഉണ്ട് അല്ലേ? എൻ്റെ കുടുംബത്തിന് ഒരു സുരക്ഷിതമായ വീട് നിർമ്മിക്കുക, എവറിങ് ഈസ് ദെയർ. വികാരം ഉണ്ട് അതിനകത്ത്, ഒരു മാനസിക ചിത്രം നമ്മൾ അതിനകത്ത് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ പ്രയാസമുള്ള കാര്യമായിരിക്കും. യു നീഡ് ഫിനാൻസ് ഫോർ ദാറ്റ് അല്ലേ? അപ്പോൾ അതുണ്ടാക്കണം. അപ്പോൾ അങ്ങനെ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും യു സെറ്റ് എ ഗോൾ considering all these points. Okay, so this is the hard goals. This is the, I mean, you are going up in a hill. Maybe it is difficult, but you are going, above your limits. You are going up, even though it is hard. Okay. Now, there is the number 3 is called the WOOP model. WOOP model ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തടസ്സങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവും. വി ആർ എക്സ്പെക്ടിങ് സം ഒബ്സ്റ്റക്കിൾസ്, വെദർ ഇറ്റ് ഈസ് പോസിബിൾ, നമ്മൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരും, അങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സ്പെസിഫിക് കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു. എഗെയിൻ, എക്സ്പെക്ട് റോഡ് ബ്ലോക്സ്. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ പെട്ടെന്നായിരിക്കും പലതരത്തിലുള്ള അവിചാരിതമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് റോഡ് ബ്ലോക്ക് ആവും. ദ വൂപ്പ് മോഡൽ ഹെൽപ്സ് യു ആൻറ്റിസിപ്പേറ്റ് ആൻഡ് ഓവർകം ദം. അപ്പോൾ ഈ മോഡലിൽ കൂടെ പോയാൽ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും റോഡ് ബ്ലോക്ക് വരാം, തടസ്സങ്ങൾ വരാം, ആക്സിഡൻറ്റ് വരാം. അപ്പോൾ അങ്ങനെ വരുന്ന തടസ്സങ്ങളെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും. ആൻഡ് വി ആർ തിങ്കിങ് ഹൗ ടു ഓവർകം ദിസ്. ദിസ് ഈസ് കോൾഡ് ദ വൂപ്പ് മോഡൽ. ലെറ്റ് us look at what is this whoop. The W stands for the wish. Define what you ultimately want to achieve. ഇത് നമ്മൾ എല്ലാത്തിലും പറയട്ടെ. സോ ഇറ്റ് ഈസ് എ വിഷ് ആക്ച്വലി. നമ്മുടെ ആഗ്രഹമാണ്. നമ്മൾ എന്താണ് നമ്മുടെ ആ നേടാനുള്ള ആഗ്രഹം, അന്തിമമായിട്ട് നേടാനുള്ള ആഗ്രഹം എന്താണെന്നും ഡിഫൈൻ ചെയ്യണം. ദാറ്റ്സ് യുവർ വിഷ്. ഔട്ട്കം, വിഷ്വലൈസ് ദ ബെസ്റ്റ് റിസൾട്ട് യു ക്യാൻ അക്കംപ്ലിഷ്. ഓക്കെ, അതിൻ്റെ ഫലം, ഏറ്റവും നല്ല മികച്ച ഫലം നമ്മൾ മാനസികമായിട്ട് അതും വിഷ്വലൈസ് ചെയ്യണം. ഓക്കെ, വിഷ്വലൈസ് ദ ബെസ്റ്റ് റിസൾട്ട് യു ക്യാൻ അക്കംപ്ലിഷ്. യു ആർ വിഷ്വലൈസിങ് ദാറ്റ് ഇറ്റ് ഈസ് ഓൾറെഡി അച്ചീവ്ഡ്. നമ്മൾ അഫർമേഷൻസിനും ലോ ഓഫ് അട്രാക്ഷനിലും ഒക്കെ പറയുന്ന പ്രിൻസിപ്പൽ വെച്ച് നോക്കുവാണെങ്കിൽ വി ആർ നോട്ട് എക്സ്പെക്ടിങ് ദിസ് അച്ചീവ്മെന്റ് ഈസ് ഓൾറെഡി വിത്ത് മീ. ദെൻ യു വിഷ്വലൈസ്. ഓക്കെ, ദിസ് ഇസ് ദ വേ വി ഷുഡ് go forward in visualizing things, in achieving the most difficult the goals. Now, obstacles, as I said earlier, identify challenges that could arise. നമ്മൾ തടസ്സങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കാണണം. ഓക്കെ, തടസ്സങ്ങളെ കുറിച്ച് പേടിക്കാൻ പാടില്ല. ബട്ട് യു ഹാവ് ടു ഫോർകാസ്റ്റ് ദർ മേ ബി സം ഒബ്സ്റ്റക്കിൾസ് ഓൺ ദ വേ ഫോർവേഡ്. വെല്ലുവിളികൾ ഉണ്ടാവും, തിരിച്ചടികൾ ഉണ്ടാവാം. ഇവയിലൊന്നും നമ്മൾ ഭയപ്പെടാൻ പാടില്ല. ഓക്കെ, യു ക്യാൻ എക്സ്പെക്ട് and see how we can overcome this. This is the obstacles, and let us see what is the P, plan. Create strategies to overcome these obstacles. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, a goal without a plan is only a wish. So you plan it accordingly. പദ്ധതികൾ വേണം, അതെങ്ങനെ നടപ്പിലാക്കണം, ഈ തടസ്സങ്ങളൊക്കെ മാറ്റാനുള്ള തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. Accordingly, you plan your goal. This is called the WOOP model. You are expecting some of the blocks, you are expecting the obstacles, and you are visualizing the outcome even though we have all this. So this is called the WOOP model. ഉദാഹരണത്തിന് ഞാൻ ഇതിനൊരു ഉദാഹരണം പറയാം. പലപ്പോഴും നമ്മളൊക്കെയും ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ വിചാരിക്കും നമുക്ക് എന്തുകൊണ്ട് ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങിക്കൂടാ, ഞാനൊരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ ആണ് ഒരു വൂപ്പ് മോഡൽ. അതൊരു ആഗ്രഹം എന്താണ്, നമ്മുടെ വിജയകരമായൊരു തുടക്കമാണ് ശരിക്കും. അത് ഇറ്റ്സ് ഓൺലി എ വിഷ് വെദർ ഐ ക്യാൻ സ്റ്റാർട്ട് സം ബിസിനസ്. അപ്പോൾ അതിൻ്റെ ഫലം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, ഇറ്റ് ഷുഡ് ബി പ്രോഫിറ്റബിൾ ബിസിനസ്. ഒരു ലാഭകരമായ ബിസിനസ് ആയിരിക്കണം. അതിനൊരു ഫ്രീഡം വേണം, സ്വാതന്ത്ര്യം വേണം. പക്ഷേ എങ്കിലും അതിന് തടസ്സങ്ങൾ ഉണ്ടാവില്ല. ബിസിനസ് തുടങ്ങി യു നീഡ് ഫിനാൻസ്, യു നീഡ് സെറ്റപ്പ്, യു നീഡ് എവറിഥിങ് ടു സ്റ്റാർട്ടപ്പ് എ ബിസിനസ്. അപ്പോൾ അതിന് കുറേ തടസ്സങ്ങളുണ്ടാകും. ഒരുപക്ഷെ അത് ഫിനാൻസ് ആകാം, ഒരുപക്ഷെ അത് പരിമിതികളാകാം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻ ആവാം. സോ യു ആർ ഓൾ അനലൈസിങ് ദിസ്. അല്ലെങ്കിൽ അവസാനം എന്താണ്, നമുക്ക് അതിനൊരു പദ്ധതി വേണം, പ്ലാനും വേണം.
ഫിനാൻസ് വേണമെങ്കിൽ യു ക്യാൻ ഗെറ്റ് എ ബാങ്ക് ലോൺ. മാർക്കറ്റിലുള്ള മത്സരം കിടത്തുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു എ മാർക്കറ്റ് റിസർച്ച്. നമുക്ക് തന്നെ മെന്റലി അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ട്രെയിനിങ് വേണമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് എ ട്രെയിനർ. Okay, so these are the ways you can approach with the WOOP model to achieve your goals. Okay, these are the roadblocks on the way. There may be anything on the way ahead, but be prepared to face it, and you can take many deviations, or we can take many actions. Number 4, clear goals. എന്താണ് clear goals എന്ന് നമുക്ക് നോക്കാം. Want flexibility. നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുള്ള ഗോളാണ് ചെയ്യേണ്ടതെങ്കിൽ ക്ലിയർ ഗോൾസ് ലെറ്റ് യു അഡാപ്റ്റ് വൈൽ കീപ്പിംഗ് ദ ബിഗർ പിക്ചർ ഇൻ ഫോക്കസ്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഷോർട്ട് ടൈമിലേക്ക് വേണ്ട നമുക്ക് ഔട്ട്കംസ് ഒക്കെ ആണെങ്കിൽ വി മെ നോട്ട് റിക്വയർ മച്ച് പ്ലാനിങ്, നമുക്കത് അച്ചീവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ബട്ട് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ബിഗർ തിങ്, അപ്പോൾ ആ ഒരു പിക്ചർ തന്നെ യു ഹാവ് ടു ഡ്രോ ഇൻ എ ബിഗർ വേ, അത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഓക്കെ, ദെൻ യു വിൽ ഹാവ് ടു അതുമായിട്ട് പൊരുത്തപ്പെട്ട് അങ്ങനെ വരുന്ന ഗോളുകളിലാണ് നമുക്ക് വേണ്ടത്. ദ സി സ്റ്റാൻഡ്സ് ഫോർ ദ കൊളാബറേറ്റീവ് വർക്ക് വിത്ത് അതേഴ്സ് ടുവേർഡ്സ് ഷെയർഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ചില കാര്യങ്ങളിൽ വലിയ പ്രൊജക്ട്സുള്ള, ഫോർ എക്സാമ്പിൾ വലിയ കാര്യമാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ദെൻ യു ക്യാൻ work with others. You can select people toward to that objectives. So bring some people, resourceful people, and work with them. That is one of the method you can approach. L for limited. Focus on a narrow target set of goals. See, നമ്മൾ പലപ്പോഴും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ചെറിയ സെറ്റ് ഓഫ് ഗോൾസ് വെച്ചിട്ട് നമ്മുടെ ആ വലിയ ഗോളിനെ we can divide into groups and sets. So this is called a limited and a targeted set of goals. Okay, so that will be more easy to cover the big task. That is the narrow target set of goals. Emotional, വികാരപരമായിട്ട് നമുക്ക് അതിനെ build a strong emotional connection to your goals. ഞാൻ നേരത്തെ പറഞ്ഞു വൈകാരികമായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളെ അതുമായിട്ട് തന്നെ വൈകാരികമായിട്ട് ബന്ധപ്പെടുത്തണം. അപ്രീഷിയബിൾ, ബ്രേക്ക് ഡൗൺ ബിഗ് ഗോൾസ് ഇൻ ടു മാനേജബിൾ സ്റ്റെപ്സ്. നമുക്ക് ബേബി സ്റ്റെപ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് വലിയ സ്റ്റെപ്സ് നമുക്ക് വേണ്ട കാര്യമാണെങ്കിൽ ചെറിയ സ്റ്റെപ്പുകൾ, ചെറിയ 1% ഇമ്പ്രൂവ്മെന്റ് നമ്മൾ ഒരു ദിവസം ചെയ്യുക. അങ്ങനെ ചെറിയ മാനേജബിൾ നമുക്ക് വെക്കാൻ പറ്റുന്ന സ്റ്റെപ്പുകൾ കൂടി ഫൈനലി യു വിൽ റീച്ച് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. അതാണ് അപ്രീഷിയബിൾ, ബ്രേക്ക് ഡൗൺ ബിഗ് ഗോൾസ് ഇൻ ടു മാനേജബിൾ സ്റ്റെപ്സ്. ഇതിനൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ടീം വർക്കിൽ കൂടെ ഇപ്പം ജോലി ചെയ്യുന്നവരൊക്കെ മിക്കവാറും എല്ലാവർക്കും ഓഫീസിലൊക്കെ ദർ മേ ബി ടീംസ് വർക്കിംഗ് ടുഗദർ ടു അച്ചീവ് ഗോൾസ്. അപ്പോൾ എൻ്റെ ഒരു ടീം ഉണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ടീമിന് ഈ വർഷം 20% വിൽപ്പന വർദ്ധിപ്പിക്കും എന്നതാണ് എൻ്റെ ക്ലിയർ ഗോൾ. എന്താണ്? എൻ്റെ ടീമിന് ഈ വർഷം 20% വിൽപ്പന വർദ്ധിപ്പിക്കും. ഇതൊരു ക്ലിയർ ലക്ഷ്യമാണ്. എന്താണ്? ടീം ഒന്നുചേർന്ന് പ്രവർത്തിക്കണം. ആസ് ഐ സെഡ്, ഇറ്റ് ഷുഡ് ബി കൊളാബറേറ്റീവ്. സോ യു ഹാവ് ടു വർക്ക് ടുഗദർ ആസ് എ ടീം. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, 20%. ഓക്കെ, വൈകാരികമുണ്ട്, ടീം സ്പിരിറ്റ് മെച്ചപ്പെടുത്തണം. യു ഹാവ് ടു bring all your colleagues, your pals, the peer group together, put them together, and to talk to them very emotionally, and then put these feelings among the team. So these are the type of clear goals we can achieve. Next, let's see the R. What is that? Refinable. Adjust your goals as needed over time. നമ്മൾ എന്തെങ്കിലും ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യണം അതിൻ്റെ കൃത്യസമയങ്ങളിൽ. ഓക്കെ, നമ്മളത് ഇടയ്ക്കിടയ്ക്ക് അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഒരുപാട് വേണ്ടി വരും. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരുപക്ഷെ സമയത്തിൽ മാറ്റം ഉണ്ടാവും, ഒരുപക്ഷെ യു നീഡ് അഡീഷണൽ ഫിനാൻസ് ഫോർ ദാറ്റ് വൺ.
അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ടാസ്ക് വേണ്ടി വരും, മാൻ പവർ വേണ്ടി വരും. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് അപ്പം നമ്മൾ അങ്ങനെ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിഫൈൻ ചെയ്യണം. ദാറ്റ് ഈസ് ദി റിഫൈനബിൾ മോഡ്. സോ ദെൻ ഓൾ വിൽ പുട്ട് ഇൻ ടു ക്ലിയർ ഗോൾസ്. ഫൈനലി ബൾബ് കത്തുമെന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഈ ടാസ്ക്, ഇങ്ങനെയുള്ള ടാസ്കുകളെയും വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. സോ ദീസ് ആർ ദി ക്ലിയർ ഗോൾസ്. സോ ലെറ്റ് us ലുക്ക് അറ്റ് നമ്പർ 5, ബാക്ക്വേർഡ് പ്ലാനിങ് എന്ന് പറയും, BP. ഇതിനകത്ത് 2 കാര്യങ്ങളേ ഉള്ളൂ. ബാക്ക്വേർഡ് പ്ലാനിൽ എന്താണ്, നമ്മൾ പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചിലർ ചെയ്യാറുള്ളത് എങ്ങനെയാണെന്നറിയാം, ഫിനിഷിംഗ് ലൈനിൽ ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് നോക്കും. ഓക്കെ, ഇതിനാണ് ബാക്ക്വേർഡ് പ്ലാനിങ്. ഫിനിഷിംഗ് ലൈനിൽ നിന്ന് തന്നെ തുടങ്ങുക. അപ്പോൾ എവിടെയാണ് ഫിനിഷിംഗ് ലൈൻ എന്ന് നമ്മൾ ആദ്യമേ കാണുന്നു. Then we are going there, then you are looking back. What are the things you have to do? This works actually. പലരും ഇത് ചെയ്യാറുണ്ട്. നേരത്തെ തന്നെ പോയി അറിയാവുന്ന കാര്യങ്ങൾ പോയി എല്ലാ സാഹചര്യങ്ങളിലും നോക്കുന്നു. യു ആർ അനലൈസിങ് ഓൾ ദ സിറ്റുവേഷൻ ബൈ ഗോയിങ് ടു ദി ഫൈനൽ ഫിനിഷിംഗ് ലൈനിൽ തന്നെ പോയി നിന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നു. സ്റ്റാർട്ടിങ് അറ്റ് ദ ഫിനിഷിംഗ് ലൈൻ. ബാക്ക്വേർഡ് പ്ലാനിങ് ബ്രേക്സ് ബിഗ് ഗോൾസ് ഡൗൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പം നമുക്ക് എന്താണ്, ഈ വലിയ നമ്മുടെ ബാക്ക്വേർഡ് പ്ലാനിങ് നടത്തിയാൽ വലിയ ലക്ഷ്യങ്ങളെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ദ ബാക്ക്വേർഡ് പ്ലാനിങ്. ദ O സ്റ്റാൻഡ്സ് ഫോർ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് ഇല്ല, സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്ന് പറയുന്ന മാതിരി. സബ്ജക്റ്റ് നമ്മളാണ്, വി ആർ ദ പീപ്പിൾ ടു attend the objectives. So state clearly what you want to achieve. എല്ലായിടത്തും പോലെ you have to have a very clear idea, or you have to have a very clear point. നമ്മൾക്ക് എന്താണ് വേണ്ടത് വ്യക്തമായിട്ട് പ്രസ്താവിക്കുകയും വേണം. You have to state it clearly actually. Okay, then the key results. Set measurable outcomes to track your progress. നമ്മുടെ അതിൻ്റെ പുരോഗതി ട്രാക്ക് ചെയ്യാനായിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ഫലങ്ങൾ നമ്മൾ സജ്ജമാക്കും. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് the starting at the finish line. So this is a finish line. So this is, we are just looking backward to see where to start. This is called the objective. We have an objective. So these are the key results. നമ്മൾ അതിൻ്റെ പുരോഗതി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ അവിടെ പോയി നിന്നിട്ട് തിരിഞ്ഞു നോക്കുന്നു. Then you can run. Then you can reach your destination. Okay, so these are the 5 steps. Quickly we have looked at it, and let us have a recap what we are discussing so far. So let me ask you now, in 2025, don't just set goals, track them, measure them, and make them a reality. എത്ര പേര് ഇങ്ങനെ ഈ വർഷം 25-ല് ഈ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്? ഈ ഇരിക്കുന്ന പ്ലാറ്റ്ഫോമിലെല്ലാം അറിയാവുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എത്ര പേര് അതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്? എത്ര പേര് അതിനെ മെഷർ ചെയ്യുന്നുണ്ട്? ഇപ്പം നമ്മൾ മെയിലായതേ ഉള്ളൂ. ദർ ആർ ഓൺലി 4 months കവേർഡ്. അപ്പോൾ നമ്മൾ 2025 സെറ്റ് ചെയ്ത ഏതെങ്കിലും ഗോളുകളുടെ ആർക്കെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് ട്രാക്ക് ചെയ്യുന്നുണ്ടോ? നമ്മളത് അതിൻ്റെ റിയാലിറ്റിയിൽ നോക്കിയിട്ടെങ്കിൽ എവിടെ വരെയായി എന്നുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് ഈ റീക്യാപ്പിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് us look at the number 1, the SMART goals: specific, measurable, achievable, relevant, and time-bound goals. This is the number 1 category. Number 2 is the hard goals: heartfelt, animated, required, and difficult goals. Number 3, WOOP model. Okay, wish, outcome, obstacles, and plan. This is called the WOOP model. And number 4, the clear goals: collaborative, limited, emotional, appreciable, and refinable goals. The least but the last is the number 5 is the OKRs. Okay, objectives and key results. So these are the 5 available methods, or maybe the strategies, or maybe the tools we can just think of to achieve our goals.
So thank you very much for watching me and listening me very carefully. Sabu sir, over to you. താങ്ക് യു സാർ. ഗോൾ സെറ്റ് ചെയ്യുമ്പം നമ്മളതിൻ്റെ ഏതൊക്കെയാണ് ഡൊമൈൻ അല്ലേ, എന്തൊക്കെയാണ് അതിൻ്റെ ലാൻഡ് മാർക്സ്, ഇതൊക്കെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഗോൾ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല. എപ്പോഴും ക്രൈസിസ് ഉണ്ടാകാവുന്ന ഏരിയകളുണ്ട്. പലപ്പോഴും നമുക്ക് ഡ്രീം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് റിസോഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡ്രീം ചെയ്യാം. തീർച്ചയായിട്ടും ആ ഡ്രീമിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനിടയിലുള്ള ഒരു സ്ട്രെസ് ഏരിയ ഉണ്ട്. ആ സ്ട്രെസ് ഏരിയയെ ഏറ്റവും സ്മൂത്തായിട്ട് റിയാലിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പ്രൊസീജിയർ സ്റ്റെപ്പുകളാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. പ്രധാനമായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന സ്മാർട്ട് എന്ന് പറയുന്ന ഗോൾ. ആ സ്മാർട്ട് വളരെ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു സ്പെസിഫിസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ മെഷറബിൾ ആയിരിക്കണം, അച്ചീവബിൾ ആയിരിക്കണം, റെലവൻ്റ് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ കേട്ടിട്ടുള്ള ഒരു അക്രോണിം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് സ്മാർട്ട് ഗോൾ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റു ചില ഡൊമൈനും കൂടെ സാർ കൃത്യമായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഫോർ എക്സാമ്പിൾ ഹാർഡ് ഗോൾ. അപ്പോൾ ഹാർഡ് ഗോൾ എന്ന് വെച്ചാൽ അതിനകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാർട്ട് ഫെൽഡ്, ഹാർട്ടിൻ്റെ ഒരു പൾസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ അതിനുശേഷം അത് സ്വല്പം ആനിമേറ്റ് ചെയ്യണം, അതിൻ്റെ റിക്വയർമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം, ഡിഫിക്കൽട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദാറ്റ്സ് അനദർ തിങ്. അപ്പം ഏറ്റവും ലോവർ തലത്തിൽ അല്ലെങ്കിൽ ഏറ്റവും സോഫ്റ്റ് തലത്തിൽ നിന്ന് ഏറ്റവും ഡിഫിക്കൽട്ട് തലത്തിലേക്കുള്ള വേരിയേഷൻ കൃത്യമായിട്ട് നമുക്ക് ആ പ്രോസസ്സിലൂടെ കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു അവിടെ വളരെ സിമ്പിളാണത്. ദർ ഈസ് വിഷ്, ഔട്ട്കം, ഒബ്സ്ട്രക്കിൾ ആൻഡ് പെയിൻ. അല്ല സാറേ? പെയിൻ. യെസ്. അപ്പോൾ ഈ 4 പോയിന്റുകൾ ഇതെല്ലാം ഈ പറയുന്ന ഹഡിൽസ് ആണ്. ഈ ഡ്രീമിൻ്റെയും റിയാലിറ്റിയുടെയും ഇടയിൽ സംഭവിക്കുന്ന ചില വിലങ്ങുതടികളാണ്. അപ്പോൾ അതിനെ എങ്ങനെ ക്ലിയർ ചെയ്യാം? അപ്പോൾ അതിനുവേണ്ടി ഒരു ക്ലിയർ ഗോളും കൂടെ സാർ അത് പറഞ്ഞിട്ടുണ്ട്, കൊളാബറേറ്റീവ്. തീർച്ചയായിട്ടും അതൊരു ഇപ്പോൾ ഉള്ള സിസ്റ്റമൊക്കെ ശ്രദ്ധിച്ചറിയാം. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന വർക്കുകൾക്ക് എപ്പോഴും റിസൾട്ട് കുറവായിരിക്കും. അവിടെ ഒരു കൊളാബറേറ്റീവ് സ്ട്രക്ചർ വേണം. എപ്പോഴും ഒരു ഗ്യാങ് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഒരാളുടെ തീരുമാനം കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തെറ്റ് വരാൻ സാധ്യതയുണ്ട്, അതിനെ ഫീഡ്ബാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അവിടെ ഒരു കൊളാബറേറ്റീവ് സിസ്റ്റം വേണം. പിന്നെ അവിടെ ഒരു ലിമിറ്റഡ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇമോഷണൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പോയിൻ്റായിട്ട് നമുക്ക് ചെയ്യാം. ദെൻ അപ്രീഷിയബിൾ, ദെൻ റിഫൈനബിൾ. അപ്രീഷിയബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഗ്രോത്ത് ഈവൻ അപ്രീഷിയബിൾ ആണെങ്കിൽ പോലും അല്ലേ, വളരെ ചെറുതാണെങ്കിൽ പോലും കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റണം, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം, അതിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റണം. ചെറിയ സ്റ്റെപ്പുകളിലൂടെ ലോങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം എന്ന് പറയുന്ന പോലെ വെൻ ഫൈനലി വൺ മോർ തിങ്, ഒരു റിവേഴ്സ് കോൺസെപ്റ്റും കൂടെ പറഞ്ഞു. OKR. ദർ ഈസ് പ്രധാനമായിട്ടും ഒബ്ജക്റ്റീവ്സ് ആൻഡ് കീ റിസൾട്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. OKR എനിക്ക് തോന്നുന്നു ഒബ്ജക്റ്റീവ്, കീ റിസൾട്ട്സ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ടൈം കൂടെ അതിൻ്റെ കൂടെ ചിലപ്പോൾ കാണാറുണ്ട്. എനിവേ, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെ പ്രത്യേകം ഒന്ന് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ ഇവിടെ സാർ തന്നു. സാർ ചോദ്യത്തിൽ നമുക്ക് തുടങ്ങാം. നമ്മൾ ആരെങ്കിലും ഒരു പുതിയ ഗോൾ 2025 സെറ്റ് ചെയ്തിട്ടുണ്ടോ? ആ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾ എവിടം വരെയായി? ആ ഗോൾ മുന്നോട്ട് പോകാനുള്ള ഒബ്സ്ട്രക്കിളിൻ്റെ പാർട്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുമോ? 2025 തീരുമ്പോഴത്തേക്കും ആ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ തലങ്ങളിൽ സ്മാർട്ട് ഗോളിൻ്റെ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണത്? അത് സ്പെസിഫിക് ആണ് എന്നുള്ള ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിരിക്കും. പക്ഷെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റപ്പെടാം അല്ലേ, പ്രയോറിറ്റി മാറിപ്പോകും. സ്പെസിഫിക് ആയിട്ട് തുടങ്ങും, പക്ഷെ അതിൻ്റെ ഹാർഡ്നെസ് കൊണ്ട് ചിലപ്പം അത് മാറിപ്പോകാം. പിന്നെ അത് മെഷറബിൾ ആണോ? മെഷറബിൾ നമ്മുടെ ഒരു പേഴ്സണൽ സ്കില്ല് തന്നെയാണ്. എപ്പോഴും നമ്മളുടെ ഗ്രോത്ത് കറക്റ്റായിട്ട് മെഷർ ചെയ്യണം. പോകാൻ പറ്റുന്നുണ്ടോ? പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം മറ്റേ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരു കൊളാബറേറ്റീവ് സ്റ്റെപ്പ് ആവശ്യമുണ്ട്. ഒരാളെ കൊണ്ട് തന്നെ ഒന്നും അത്ര ഈസി അല്ല. അപ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോം ചെയ്യുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഈ പ്ലാറ്റ്ഫോം നടത്തിയിരുന്ന കാര്യം, ട്രെയിനേഴ്സ് വേണം, കാണാൻ ആൾക്കാർ വേണം, അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു കൊളാബറേറ്റീവ് സ്ട്രക്ചർ എപ്പോഴും അത്യാവശ്യമാണ്. പിന്നെ വരുമ്പോൾ അച്ചീവബിൾ ആണോ? അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ? അതാ പറഞ്ഞത്, ഈവൻ സ്മോൾ സ്റ്റെപ്പ് പോലും അച്ചീവ് ചെയ്താൽ അതിനെ സെലിബ്രേറ്റ് ചെയ്ത് അതിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വിഷ്വലൈസ്ഡ് ഔട്ട്കം നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കണം.
റെലവൻ്റ് ആയിരിക്കണം, തീർച്ചയായിട്ടും ടൈം ബൗണ്ട് ആയിരിക്കും. ഓക്കെ, എനിവേ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്, വണ്ടർഫുൾ പ്രസൻറ്റേഷൻ ഫോർ ഗോൾ സെറ്റിംഗ്. നമുക്ക് റോയ് സാറിൽ നിന്ന് തുടങ്ങാം. റോയ് സാർ. ഓക്കെ സാർ, ഈ സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത് നേരത്തെ മുതലേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതിൻ്റെ അനലൈസ്മെന്റും കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ പിള്ളേർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കും. പക്ഷേ ഈ ഹാർഡ് ഗോൾസും ഗ്രൂപ്പ് മോഡലും ക്ലിയർ ഗോൾസും OKRS, അതായത് ബാക്ക്വേർഡ് പ്ലാനിങ്, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് തന്നെയല്ല, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ബൈ ടൈറ്റിൽ തന്നെ നമ്മളിൽ ആ ഗോൾ സെറ്റ് ചെയ്യുന്നതിനുള്ള ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നോക്കും, അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. അപ്പൊ ഈ ഫോർമുലാസ് ഓർത്തിരുന്നാൽ തന്നെ ഗോൾ സെറ്റിങ് വളരെയേറെ സാറേ, ഇങ്ങനെ ഒരു വളരെ ഷോർട്ടായിട്ട്, അതും ഈ പറയുന്ന ഹാർഡ് ഗോൾസ് വിത്ത് ഹാർഡ് വേർഡ്സ്, അതായത് H-ഉം A-യും R-ഉം എല്ലാം വെച്ച് എനിക്ക് വളരെ മെമ്മറബിൾ ആക്കി എടുത്ത ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വർത്തി. അത് ഒരിക്കലും മനസ്സിൽ നിന്ന് വിട്ടുപോവുകയും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും സാറ് ചെറുതായിട്ടേ പറഞ്ഞുകൊണ്ടുവെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അത് കഴിഞ്ഞ് അവസാനമുള്ള ബാക്ക്വേർഡ് പ്ലാനിങ്, ഒബ്ജക്റ്റീവ്, വാട്ട് വി വാണ്ട്, ഓക്കെ, ദെൻ അതിൻ്റെ കീഴ് പുരോഗതി അളക്കാനുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് സാറ് വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ ദൃഢമാക്കിയെടുത്തു. കൺഗ്രാജുലേഷൻസ് സാർ, വളരെയധികം കൺഗ്രാജുലേഷൻ. ഒരിക്കലും വിട്ടുപോവുകയല്ല ഇതിനി ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ തന്നെ ഇത്രമാത്രം എളുപ്പത്തിൽ ഓർമ്മയിൽ വെക്കാൻ ഒരു ഫോർമുല ഉണ്ടാക്കി തന്ന സാറിന് അഭിനന്ദനങ്ങൾ തന്നെ. 1000 താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു റോയ് സാർ. ഓക്കെ, ഇനി ആർക്കാ പറയാൻ പറ്റുന്നത്? വേണുഗോപാൽ സാർ പറഞ്ഞു, അൺമ്യൂട്ട് ചെയ്യും. വളരെ ഹലോ, ഗുഡ് ഹലോ, കേൾക്കാം സാർ. സോറി സോറി സാർ, പറഞ്ഞോളൂ സാർ. ഓക്കെ, മനോജ് സാർ വളരെയധികം ഇൻഫോർമേറ്റീവ് ഒരു ക്ലാസ് ആയിരുന്നു. റോയ് സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്മാർട്ട് ഗോളിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ഈ പിന്നീട് പറഞ്ഞിരിക്കുന്ന പിന്നെ ഹാർഡ് ഗോള്, ഗ്രൂപ്പ് ഗോള്, ക്ലിയർ ഗോൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചൊരു പുതിയ അറിവാണ്. നമ്മളൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, വിജയിച്ചുകൊണ്ട് പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് ഈ ഗോൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വരും. അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അത് വെറും വിഷയമായി മാറും. അങ്ങനെയുള്ള വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീട്, നല്ല വീട് ഞാൻ സ്വപ്നം കണ്ടിരുന്നു. സ്വപ്നം മാത്രമല്ല, ഗോളായിരുന്നു. അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ജോലി, ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു നല്ലൊരു ജോലി കിട്ടണം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിലുള്ള ജോലി കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ എങ്കിലും ജോലി കിട്ടുക എന്നുള്ളത് ഒരു അച്ചീവ്മെൻറ്റ് നമുക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ചില ഗോൾസൊക്കെ വെറും ഗോൾസ് മാത്രമായി, കാരണം ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് വന്നിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ പരാജയപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ഭാഗത്തുള്ള ശ്രമങ്ങളുടെ പോരായ്മയാണോ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടൊന്നും അറിയില്ല. എങ്കിലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ഇന്നത്തെ തലമുറയെ പറ്റി പറയുകയാണെങ്കിൽ, ഇന്നത്തെ അല്ല, മുമ്പും പല കുട്ടികളെ നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട്, സ്കൂൾ ക്ലാസ്സിലെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് നിങ്ങൾ ആരാകാനാണ് ഉദ്ദേശം എന്ന് ചോദിച്ചാൽ പല കുട്ടികൾക്കും പറയാൻ പറ്റത്തില്ല. ആർക്കും ഒരു ലക്ഷ്യമില്ല. എന്താ പിന്നെ കാരണം, എന്തെങ്കിലും ജോലി കിട്ടണം എന്നുള്ള രൂപത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പലർക്കും ഗോൾ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഗോൾ സെറ്റ് ചെയ്താൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ഉള്ളതുകൊണ്ടാണ് ഗോൾ സെറ്റ് ചെയ്യാറ്. ഏതായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മനോജ് സാർ. താങ്ക് യു സാർ. അനൂപ് സാർ പറയും, അനൂപ് ജോൺ. സർ, മനോജ് സാർ വളരെ ഗംഭീരമായിട്ട് ആ ഗോൾസിനെ പറ്റി വളരെ ആ ഒരു മുത്തുകൾ കോർത്തിണക്കിയതുപോലെ ഭംഗിയായി പറഞ്ഞു. അത് പിന്നെ റോയ് സാറും വേണുഗോപാൽ സാറും ഒക്കെ പറഞ്ഞ പോലെ ഈ സ്മാർട്ട് ഗോൾസ് നമുക്ക് കേട്ട് കേട്ട് നമ്മൾ തഴമ്പിച്ചെങ്കിലും നമുക്ക് അറിയാമെങ്കിലും പുതിയ അറിവുകളാണ് ശരിക്കും ഗ്രൂപ്പ് മോഡലും ഹാർഡ് മോഡലും ഒക്കെ സമ്മാനിച്ചത്. അപ്പം അതിനനുസരിച്ച് ഞാൻ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ഒരു പ്ലേറ്റിൽ കുറെ അധികം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ സിനാരിയോ അനുസരിച്ച് നമുക്ക് ആ മോഡൽസിനെ സെലക്ട് ചെയ്യാമെന്ന് തോന്നും. അപ്പം അതും ഒരു ഗംഭീര ഒരു അറിവായിരുന്നു. കാരണം ഈ പറഞ്ഞ സാർ എക്സാമ്പിൾ ഉൾപ്പെടെ അത് മെൻഷൻ ചെയ്തു.
അതായത് സ്മാർട്ട് ഗോൾസിന് ഏതാണ് ഹാർഡ് ഗോൾസ്, ആ ഒരു വീട് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിലപ്പോൾ ഹാർഡ് ഗോൾസ് ആയിരിക്കും കുറച്ചുകൂടെ നമുക്ക് ഐഡിയൽ ആയിട്ട് കാണുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഗോൾ സെറ്റിങ്ങുമായിട്ട് പറയുമ്പോൾ വളരെ രസകരമായി പറയുന്ന ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന സമയം ഡിസംബർ അവസാനമോ ജനുവരി ആദ്യമായിരിക്കും. കാരണം ഗോൾ സെറ്റ് ചെയ്ത് അങ്ങോട്ട് തുടങ്ങി ഊർജ്ജസ്വലമായി കാര്യങ്ങൾ തുടങ്ങുമ്പോഴും 25% പേര് ആദ്യത്തെ ഒരാഴ്ചയിൽ ഈ പരിപാടി അവസാനിപ്പിക്കും എന്നുള്ള ഒരു കണക്കും കൂടെ ഉണ്ട്. അപ്പം അപ്പൊ നമ്മൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ 1-2 വൈഡ്ലി ഇമ്പോർട്ടൻറ്റ് ഗോൾസ്, പ്രധാനപ്പെട്ട ഗോൾസിനെ ചേസ് ചെയ്യുക, അതിന്റെ പിന്നാലെ നിൽക്കുക എന്നുള്ളൊരു ഇതും കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കുന്നു. ഗംഭീരമായിട്ടുള്ള ക്ലാസ് ആയിരുന്നു സർ, നല്ല രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പ്രത്യേകിച്ച് എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്ത ആ ലാസ്റ്റ് പോയിന്റ് ആണ്, ആ ബാക്ക്വേർഡ് ഗോൾ സെറ്റിംഗ്. അതിൽ ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ ഒരു പ്രാധാന്യം അവിടെയാണ്. നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ സാറൊക്കെ ഈ ബാക്ക്വേർഡ് ഗോൾ എഞ്ചിനീയർ, റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ ആളാണ്. കാരണം ആ മെട്രോ അവിടെ മെട്രോയിൽ കൂടെ ഓടുന്നത് അവിടെ നിന്നാണ് പിന്നിലോട്ട് കണക്കാക്കുന്നത്. അപ്പം അത് ഓടണമെന്നുണ്ടെങ്കിൽ 1 മാസത്തിനുള്ളിൽ 1 മാസം മുന്നേ ആ ഗേഡ് അവിടെ റെയിൽസ് സെറ്റ് ചെയ്യണം, അതിന് 6 മാസം മുന്നേ ഗേഡേഴ്സ് ഓർഡർ ചെയ്യണം. ആ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എത്രമാത്രം എഫക്റ്റീവായി വരുന്നു എന്നുള്ള ഇതിന്റെ ഇടയ്ക്ക് വരുന്ന അനിശ്ചിതത്വങ്ങളെല്ലാം കണക്കാക്കിക്കൊണ്ട് അതിനെ കോർത്തിണക്കും. അപ്പം സർ വണ്ടർഫുൾ, താങ്ക് യു സോ മച്ച് ഫോർ എ ഗ്രേറ്റ് ക്ലാസ്, ഫോർ ന്യൂ ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് ബുക്ക് മോഡൽസ്, ഹാർഡ് മോഡൽസ്, ഇതൊക്കെ തന്നെ. താങ്ക് യു വെരി മച്ച് സർ. ഓക്കെ, വണ്ടർഫുൾ, കൺഗ്രാറ്റുലേഷൻസ്. Okay, Anup sir, thank you. താങ്ക് യു സർ, Uh, താങ്ക് യു. യെസ്, I hope അനൂപ് ജോൺ സാറിനെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാവർക്കും പരിചയമുണ്ടെന്നാണ്. സാറ് മികച്ച ട്രെയിനറാണ്, പ്രൊഫഷണൽ കോച്ചാണ്. അദ്ദേഹം വളരെ വളരെ ഇത് പ്രൊഫഷണലായ രീതിയിൽ ഒക്കെ ചെയ്യുന്ന ഒരു കോച്ചാണ് അദ്ദേഹം. മെന്ററാണ്. NLP ഒക്കെ അടക്കമുള്ള അധികം ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് സാറ് ട്രെയിനിങ് സെഷൻസ് ഒക്കെ കണ്ടേ. സോ താങ്ക് യു അനൂപ് സാർ ഫോർ യുവർ വാലിഡ് പ്രസൻസ് ഓൺ സാബുസാസ് പ്ലാറ്റ്ഫോം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ് സർ. ഞാൻ ആദ്യമായിട്ടാണ് പ്ലാറ്റ്ഫോമിൽ വരുന്നതും. താങ്ക് യു വെരി മച്ച് സാബു സർ ഫോർ ദിസ് ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ സർ. എല്ലാ ദിവസവും ഉണ്ട്. വൈകുന്നേരം ഫ്രീ ഉള്ളപ്പോൾ വരും സർ, വൈകുന്നേരം 7 മണിക്ക്. വൈകുന്നേരം എല്ലാ ദിവസവും ഉണ്ടല്ലേ? എല്ലാ ദിവസവും ഉണ്ട്. ഡിഫറെന്റ് ടോപ്പിക്സ് ആയിരിക്കും. Okay. ഇന്ന് നമ്മുടെ 1493 ഐ സേ. ഓക്കെ. ഗ്രേറ്റ് സർ, നൈസ് ടു. ഞാൻ വെളിയിലാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരാത്തത്. അപ്പം No problem. നമ്മുടെ ഇതെല്ലാം റെക്കോർഡ് ചെയ്യാറുണ്ട്. അന്ന് റെക്കോർഡ് ചെയ്ത് നമ്മൾ ഡോക്ടർ സാബു കേരളം എന്ന് പറഞ്ഞ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും കിട്ടും. ഓക്കെ. താങ്ക് യു സർ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഓക്കെ, വേറെ ഇനി ആരാ ഷെയർ ചെയ്യുന്നത്? എനിബഡി എൽസ്? അൺമ്യൂട്ട് ചെയ്യൂ. റെഡ്മി അൺമ്യൂട്ട്, ഇടയ്ക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ. ബിന്ദു മാം, ബിന്ദു. യെസ്, റെഡ്മി പറയും. റെഡ്മി പേരറിയില്ല, പറഞ്ഞോളൂ. റെഡ്മി Y2. സാറേ ഞാനാണ്. സാറാണ്. ഓക്കെ, പറയൂ ജോർജ് സാർ. അപ്പോ വീണ്ടും പുതിയ പ്രധാനപ്പെട്ട വിഷയവുമായി മനോജ് സാർ എത്തി. സാറിന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഗോൾ സെറ്റിംഗ് ഒരുപക്ഷെ പലരും ധാരാളം വേദികളിൽ കേൾക്കാനിടയുള്ള ഒരു വിഷയമാണ്. എന്നിരുന്നാലും ഈ വിഷയത്തിന് എന്നും പുതുമയുണ്ട്. കാരണം വലിയ കമ്പനികളോ വലിയ ഫേമുകളോ ഒക്കെ ഒരുപക്ഷെ വളരെ ശാസ്ത്രീയമായി കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ചെയ്തേക്കാം. എന്നാൽ ഇത് അത്തരം ആളുകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും, ഈവൻ ഒരു വീട്ടിൽ പോലും വളരെ പ്രധാനപ്പെട്ടതാണിത്. പലരും അതിനെ ഗൗരവപൂർവം ഈ പറയുന്ന സ്റ്റെപ്പുകളിലൂടെയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലൊക്കെ വീഴ്ച വരുന്നു എന്നുള്ളതാണ് സത്യമായ സംഗതി. അതുകൊണ്ടാണ് ഈ വിഷയത്തിന് എന്നും പ്രാധാന്യമുണ്ട്. ഒരു വേള അത് ഉപേക്ഷിച്ച് കളഞ്ഞവരും നേരത്തെ കേട്ടതും കൂടിയോ മറന്നുപോയവർ വീണ്ടും ഈ വിഷയം പുതുതായി അവതരിപ്പിക്കുമ്പോൾ, അത് ഓരോരുത്തരുടെ രീതികളിലൂടെ അവതരിപ്പിക്കുമ്പോൾ അതിന് പ്രസക്തിയുണ്ട്. ആ അർത്ഥത്തിൽ മനോജ് സാറിന്റെ ഇന്നത്തെ ക്ലാസ് അങ്ങേയറ്റം വിലപിടിപ്പുള്ളതാണ്. അത് സാറിൻ്റെതായ രീതിയിൽ അവതരിച്ചപ്പോൾ
അവതരിപ്പിച്ചപ്പോൾ അതിന് വലിയ മനോഹാരിതയും കൈവന്നു. നമ്മുടെ വീടുകളിൽ ഒരുപക്ഷെ ചിലര് ഒക്കെ ഇത് ഈ രീതിയിലല്ലെങ്കിലും പ്രാവർത്തികമാക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കുമായിരിക്കും. നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നതിന്, ഇപ്പൊ വീട് പണിയാൻ പോകുന്നതിന് ഇതിന്റെ ഈ രീതിയിലൊന്നും അല്ലെങ്കിൽ കൂടെയും ചെറിയ ധാരണകളൊക്കെ ഉണ്ടാവും. ഒരു സ്ഥലം വാങ്ങുന്നു, അല്ലെ ഒരു വീട് വാങ്ങുന്നു, അതിന് ഏതൊക്കെ തരത്തിലാണ് പണം സമാഹരിക്കേണ്ടത്, ഇങ്ങനെ ഏറെക്കുറെയൊക്കെ നമ്മൾ അത് ഒത്തൊപ്പിച്ചൊക്കെ കൊണ്ടുപോകുന്ന രീതിയുണ്ട്. എന്നാൽ കുറെ കൂടി ഇതിനെല്ലാം ശാസ്ത്രീയമായി സമീപിക്കാം എന്നുണ്ടെങ്കിൽ റിസൾട്ട് വളരെ വലുതായിരിക്കും. നമ്മുടെ എഫേർട്ട് വളരെ ചെറുതായിരിക്കുകയും ചെയ്യൂ എന്നുള്ളത് സത്യമായ സംഗതിയാണ്. ഒരു കടയിൽ പോകുന്ന ഒരു വ്യക്തി വീട്ടിൽ വെച്ച് തന്നെ ഏതൊക്കെയാണ് സാധനങ്ങൾ വാങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുകയും അത് വീട്ടിൽ വെച്ച് ഒന്ന് എഴുതി വെച്ചുകൊണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് വഴിവിട്ട് പോകത്തില്ല. നമ്മുടെ കൊണ്ടുപോകുന്ന പോക്കറ്റിന്റെ വലിപ്പമനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റും, ആവശ്യമുള്ളതെല്ലാം വാങ്ങാനും പറ്റും. ഒരു കൊച്ചു കാര്യമാണ് നിത്യജീവിതത്തിൽ ഈ ഗോൾ സെറ്റിംഗ് നമുക്ക് ചിന്തിച്ചെടുക്കാവുന്ന ഒരു കൊച്ചു കാര്യമാണ്. ഇനി ഒരാൾ പ്രസംഗത്തിന് ഒരുങ്ങുമ്പോൾ, ഒരു ക്ലാസ് എടുക്കാൻ ഒരുങ്ങുമ്പോൾ അതൊന്ന് എഴുതി വെച്ച് പരിപാടികൾ ചെയ്താൽ, പറയാനുള്ള കാര്യം കൂടി ഒന്ന് എഴുതി വെക്കാമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഫ്രീ ഹാൻഡിൽ വന്നിരുന്ന കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ വളരെ എഫക്റ്റീവായിട്ട് അത് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ വലിയ പ്രഭാഷകരും പ്രസംഗകരും ആയിട്ടുള്ള ആളുകൾ പോലും പറയുന്നതും കേട്ടിട്ടുണ്ട്, അവരെടുക്കുന്ന ക്ലാസ്സുകൾ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ 40 വർഷമായി 50 വർഷമായി പ്രസംഗിക്കുന്ന ഉണ്ടെങ്കിലും എൻ്റെ ഈ പ്രസംഗത്തിൽ പോലും ഞാൻ പ്രസംഗം നടത്തുന്നതിന് മുമ്പ് ഒരു ഭീതിയോട് കൂടിയാണ് നിൽക്കുന്നത്. ഞാനിതെല്ലാം എഴുതി വെച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ വരുന്നത്, പറഞ്ഞതൊന്നും വിട്ടുപോകാതിരിക്കാൻ. അക്കാര്യത്തിൽ ഞാൻ ആ ഒരു സിദ്ധാന്തം അന്ന് മുതൽ അനുവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ചെറിയ നിശ്ചിത സമയത്തിൽ നമുക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു വെക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് ഈ ഗോൾ സെറ്റിങ്ങിന്റെ ഒരു ചെറിയ അംശം മാത്രമേ ഇതിലുള്ളൂ. ഇങ്ങനെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും എന്നും എപ്പോഴും ആവശ്യമുള്ളത് തന്നെയാണ് ഗോൾ സെറ്റിംഗ്. ഒരു വീട്ടിലെ ഒരു വീട്ടമ്മയ്ക്ക് തലേന്ന് രാത്രിയിൽ തന്നെ പിറ്റേന്നത്തേക്കുള്ള കാര്യങ്ങളെ എല്ലാം ഒന്ന് മനസ്സിലൂടെ കൊണ്ടുവരികയും അത് എഴുതിയൊന്നും വെച്ചില്ലെങ്കിൽ പോലും എഴുതി വെക്കാമെങ്കിൽ കുറെ കൂടെ നല്ലത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു പിക്ചർ മനസ്സിൽ നല്ല കൃത്യമായിട്ട് ഉണ്ടാക്കിയാൽ സമയബന്ധിതമായി കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ സാധിക്കും. ഇതിൻ്റെ അത് പറയുന്ന പോലെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കാം, ഇത്രയും നേരം കൊണ്ട് നമ്മൾ ആ പ്ലാൻ ചെയ്തതിൽ ഏതൊക്കെ കാര്യമാണ് നടന്നിട്ടുള്ളത്, ഏതൊക്കെയാണ് നടക്കാതെ പോയത്, അതിന് എങ്ങനെ നടപ്പാക്കാം. അങ്ങനെ ഈ ഒരു അടുക്കളയിൽ മുതൽ വലിയ കമ്പനി നടത്തുന്ന അംബാനിക്കും അദാനിക്കും വരെയും ഈ ഗോൾ സെറ്റിങ് പ്രധാനമുള്ളത് തന്നെയാണ്, നമുക്കും പ്രധാനമുള്ളത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഈ വിങ്സിന്റെ ഈ പറയുന്ന നമ്മുടെ ഈ സാറിന്റെ പ്ലാറ്റ്ഫോമിൽ ഒരു ക്രമീകരണമൊക്കെ ഉണ്ട്. ഞായറാഴ്ച ഇന്നതാണ് പരിപാടി, തിങ്കളാഴ്ച ഇന്നതാണ് പരിപാടി, ചൊവ്വാഴ്ച ഇതാണ് പരിപാടി. ഇങ്ങനെ നമ്മളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉള്ളപ്പോൾ അതനുസരിച്ചുള്ള ആളിനെ കണ്ടെത്താൻ പറ്റും. കിട്ടുന്ന ആളുകളെ അടുത്ത ദിവസത്തേക്ക് അവർ ഈ വിഷയത്തിന്റെ ആളല്ലെങ്കിൽ അയാളോട് പോയി ചോദിക്കുമ്പോൾ പറയുമ്പോൾ അയാൾക്ക് അടുത്ത ദിവസം അസൈൻ ചെയ്യാൻ സാധിക്കും. ഏറെക്കുറെ അതുകൊണ്ടൊക്കെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിൻ്റെ അകത്തൊരു വീഴ്ച കൂടാതെ കാര്യങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. എൻ്റെ എല്ലാ അർത്ഥത്തിലും സാറിന്റെ ഈ ക്ലാസ് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്, പ്രയോജനപ്രദമാണ്, ഉപകാരമാണ്. വീണ്ടും വരിക. സാറിന്റെ ആവനാഴിയിൽ ഇനിയും ധാരാളം പുതിയ പുതിയ വിഷയങ്ങളുണ്ട്. വരിക, ഞങ്ങൾ ധൈര്യമായിരുന്നു കേൾക്കും, സന്തോഷമായിരുന്നു കേൾക്കും. സാറിന് എല്ലാവിധ ഭാവുകങ്ങളും. പറയട്ടെ സാർ.
പറഞ്ഞോളൂ മാം. താങ്ക് യു പറയട്ടെ ജോസ്. പറയൂ. പറയട്ടെ Yes, പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ഗോൾ സെറ്റിങ് സാറ് പറഞ്ഞപ്പോൾ എല്ലാം നല്ല രീതിയിൽ മനസ്സിലായി. പക്ഷെ എനിക്ക് വിഷമം തോന്നുന്നത് നമ്മുടെ കുട്ടികൾ ഈ ടെസ്റ്റൊക്കെ എഴുതാൻ വേണ്ടി അവർ വളരെ പ്ലാൻഡായി ഒരുപാടൊക്കെ ചെയ്താലും എന്തെങ്കിലും കാര്യം കൊണ്ട് അവസാനം അത് കിട്ടാതെ പോകുന്നത്. നമുക്കിവിടെ ആവശ്യത്തിന് വേക്കൻസി ഇല്ലാഞ്ഞിട്ടാണ്. പക്ഷെ അവരുടെ വിചാരം അവർ ഇത്രയും എല്ലാം ചെയ്തിട്ടും കിട്ടിയില്ലല്ലോ എന്നുള്ള നിരാശയിലാണ് കുട്ടികൾ. ഇപ്പോൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്താലും അതിന് മറ്റ് കാര്യങ്ങളും കൂടെ ഉണ്ട്. നമുക്ക് അത്രയും വേക്കൻസി ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് കിട്ടാതെ പോകുന്നത്. പക്ഷെ അത് അവർ മനസ്സിലാക്കത്തില്ല. അവർ ഞാൻ ഇത്രയും ചെയ്തിട്ടും കിട്ടിയില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടുകയാണ്. പിന്നെ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ജോലി കിട്ടാൻ വേണ്ടി ഞാനൊരു 100ൻ്റെ അടുത്ത് PSC ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം B.Edന് പോയി കഴിഞ്ഞാണ് ടീച്ചർ പോസ്റ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എല്ലാം ഒത്തിരിയും കഷ്ടപ്പെട്ടെല്ലാം ചെയ്യുമെങ്കിലും പിന്നെ എന്തോ കൂടെ അതിനകത്ത് എന്തോ അല്ല, ഇപ്പം ഈ ജോലികളുടെ കാര്യത്തിൽ കുട്ടികൾക്ക് ഇവിടെ അതിനുള്ള വേക്കൻസി ഇല്ലാഞ്ഞിട്ട് കിട്ടാത്തതാണ്. വളരെ കുറച്ച് പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ എടുക്കുന്ന മാനദണ്ഡങ്ങളാണ്. അതുപോലെ പിന്നെ ഈ അഡ്മിഷൻ, ഓരോ കോഴ്സുകളുടെ അഡ്മിഷൻ, അത് പൈസയുള്ളവർ പോയി പൈസ കൊടുത്ത് വാങ്ങിക്കുന്നു. കഴിവുള്ളവർക്ക് അത് കിട്ടാതെ പോകുന്നു. അവർ പരിശ്രമിക്കാനിട്ടല്ല. അതൊക്കെ ഓർക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട്. സാറ് പറഞ്ഞെല്ലാം വളരെ ക്ലിയർ ആയിട്ട് വളരെ ചുരുക്കി സാറ് വളരെ നന്നായിട്ട് പറഞ്ഞു. താങ്ക് യു സാർ. താങ്ക് യു മാം. താങ്ക് യു. അൽകുമാർ സാർ. മനോജ് സാറേ, നല്ല ഒരു ക്ലാസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ സാറിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ലിമിറ്റഡ് സമയം കൊണ്ട് സാറ് അതിൻ്റെ 5ആയിട്ട് തിരിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് സ്വാബ് സാർ അത് വിശദീകരിച്ച് ഒന്നും കൂടെ സിമ്പിളാക്കി രണ്ടുപേരും ബാക്കിയുള്ളവരും പറഞ്ഞ് സ്മാർട്ട് ഗോളിൻ്റെ കാര്യം ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല. എല്ലാവരും പറഞ്ഞ് ഹാർഡ് ഗോൾസ്, റൂട്ട് മോഡല്, ക്ലിയർ ഗോൾസ്, ഇതെല്ലാം ഇതിനോട് ചേർന്നുള്ളതാണ്. സാറ് ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ നമുക്കൊരു പ്ലാൻ ആദ്യം വേണം. നമ്മുടെ രാജ്യത്തിൻ്റെ ആയാലും നമ്മുടെ വീട്ടുകാര്യങ്ങളായാലും എന്തിനായാലും ആദ്യമേ ഒരു പ്ലാൻ വേണം. അത് സാർ ഇവിടെ വളരെ രീതിയിൽ തന്നെ പറഞ്ഞു. ഈ പ്ലാൻ ഇല്ലായ്മയാണ് നമ്മൾ ഓരോ ലക്ഷ്യങ്ങളും നേടാൻ സാധ്യമാകാതെ വരുന്നത്. ഉദാഹരണം, നമ്മൾ ഓരോ രാജ്യത്തിൻ്റെ കാര്യം നോക്കുക, ഒരു പ്ലാൻ വേണം. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നമ്മൾ ഒരു വർഷം നമ്മൾ ഉണ്ടായ സേവിങ്സ് എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അതൊക്കെ മുൻകൂട്ടി കണ്ട് നമ്മൾ പോകണം എന്നുള്ള സാറ് ഈ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രസംഗത്തിന് വേണ്ടി ചോദിക്കുന്ന ആദ്യത്തെ ജീവിത ലക്ഷ്യം. അത് തന്നെ ജില്ലാ യൂത്ത് ഫെസ്റ്റിലും ചോദിച്ചു ലക്ഷ്യം എന്താണ്. അന്നെന്തോ എല്ലാവരും ചോദിക്കുന്നത് ലക്ഷ്യമെന്ത്. അപ്പം നമ്മൾ അത് മുൻകൂട്ടി നമ്മുടെ പാഷൻ അനുസരിച്ച് നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള ലക്ഷ്യം നമ്മൾ നേടുക. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഡോക്ടർ രക്തം കണ്ടാൽ തറകറങ്ങി വീഴുന്ന ആൾക്കൊരു MBBS ആകാൻ പാടില്ല, മറ്റുള്ളവർ പറഞ്ഞാണല്ല. നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ തോന്നലിൽ നമ്മൾ എന്താണ് നേടേണ്ടത് എന്നുള്ളത് നമ്മൾ കണ്ടെത്തി നമ്മൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എന്തൊക്കെ തടസ്സങ്ങളുണ്ടാവും അതും നമ്മൾ മുൻകൂട്ടി കാണും. സാറാ പോയിന്റിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൂർണ്ണ വിശ്വാസത്തോടെ അത് നേടും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നീങ്ങണം നമ്മൾ. അപ്പം അതിനുവേണ്ടി നമ്മുടെ ഊർജവും ഒക്കെ നമ്മൾ ശരിക്ക് വിനിയോഗിക്കണം. അപ്പം നമ്മൾ എന്താകണം എന്നുള്ള കാര്യമാണ് സാർ ഇവിടെ എടുത്തു പറയുന്നത്. അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ എന്താകണം എന്നുള്ളത്, ആ ലക്ഷ്യം എത്താൻ വേണ്ടി നമ്മൾ എത്ര ടൈം അലോട്ട് ചെയ്യണം, നമ്മൾ എത്ര എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ, ഒരു കുട്ടികളെ സംബന്ധിച്ചാണ് ഇതെല്ലാം ചെയ്യണം. അപ്പം നമ്മൾ പിന്നെ ഇതൊക്കെ നമുക്കൊരു ലക്ഷ്യം യഥാർത്ഥത്തിലുണ്ടെങ്കിൽ നമ്മുടെ മടി മാറും. നമ്മൾ പിന്നെ എന്നുള്ള മാറ്റി വെക്കില്ല. നമുക്ക് ഇത് നേടിയേ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ ഉണ്ടാകും. അപ്പം നമ്മുടെ ബുദ്ധിശക്തിയും ഇതെല്ലാം വിനിയോഗിച്ചുകൊണ്ട് മുന്നേറിയാൽ നമ്മുടെ ലക്ഷ്യം നേടാൻ സാധിക്കും. അതിന് സാർ എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു, ഇത് തന്നെ ഞാൻ എടുത്ത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. വളരെ അടിപൊളി നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. സാർ എടുത്ത് പറഞ്ഞു, സാറും നല്ല രീതിയിൽ തന്നെ ആഡ് ചെയ്ത് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നന്ദി. സബു സാറേ,
ഡോക്ടർ മഞ്ജുള നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്. പറയാം ഡോക്ടർ മഞ്ജുള. മഞ്ജുള മാം, വെൽക്കം. ഗുഡ് ഈവനിങ് ഓൾ. സാബു സാർ, മനോജ് സാർ, പിന്നെ എല്ലാവരും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും മനോജ് സാർ എനിക്ക് ലിങ്ക് അയച്ചു തന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇതിൽ കയറുന്നത്. എന്തായാലും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാച്ചിക്കുറുക്കി ഗോൾ സെറ്റിങ്ങിന്റെ എല്ലാ പോയിന്റ്സും ലിമിറ്റഡ് ടൈമിൽ നന്നായി ഉദാഹരണ സഹിതം നന്നായിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും ഒരു എന്താണ് നമുക്കൊരു ടേക്ക് അവേ ഉണ്ട്, അതിൽ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ വളരെ നന്നായിട്ട് എല്ലാവർക്കും ആ പോയിന്റ്സ് ഗോൾ സെറ്റിങ്ങിന്റെ, പിന്നെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ ഇപ്പോഴത്തെ യുവതലമുറക്കെല്ലാം ഈ ഒരു ഗോൾ സെറ്റിങ്ങിന്റെ ഒരു അപര്യാപ്തത നമ്മൾ കാണുന്നുണ്ട്. ക്ലിയർ ആയിട്ടൊരു ഗോൾ ഇല്ല, എന്താ ആവണ്ടേ, എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ പോകുന്ന ഒരു തലമുറയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ശരിയായ ലക്ഷ്യബോധം എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്നും പാരൻസും ടീച്ചേഴ്സും ഒക്കെ കൂടി അത് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അതാ ഒരു ടീനേജ് ഒക്കെ ആവുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അവരുടെ അഭിരുചിക്കനുസരിച്ച് എന്താണ് ആവേണ്ടത്, അല്ല മറ്റുള്ളവരുടെ ഒരു ഇതിനല്ല, എനിക്ക് സ്വന്തമായിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ഇതുണ്ട് എന്ന് ഓരോരുത്തർക്കും ആ ഇത് ഉള്ളിൽ നിന്ന് ഒരു ഇൻട്രൻസിക് ആയിട്ടുള്ള മോട്ടിവേഷനിലൂടെ വരുമ്പോഴാണ് അതിന്റെ ശരിക്കുള്ള ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗോളിലേക്ക് എത്താൻ പറ്റുന്നത്. മറ്റൊരാൾ പറയുന്നതല്ലല്ലോ ഗോള്, എനിക്ക് എന്നിൽ തന്നെ ഉണ്ടാവേണ്ടതാണ് ആ ഗോൾ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സാബു സാർ. താങ്ക് യു മാം. തീർച്ചയായും. ദെൻ ബിന്ദു ബിജുമോൻ. ബിന്ദു മാം കേൾക്കാമോ? ഓക്കെ. ദെൻ ഓക്കെ മനോജ് സാർ, താങ്ക് യു വെരി മച്ച്. ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രചോദനമാണ് അല്ലേ, ഒരു ഇൻസ്പിറേഷനാണ്. ഗോൾ സെറ്റിംഗ് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഒഴുകിയെത്തി അവിടെ നിന്നിട്ട് ഒരു ഗോൾ അങ്ങ് സെറ്റ് ചെയ്യും. യഥാർത്ഥത്തിൽ ഗോൾ സെറ്റ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു രീതി ഇന്നത്തെ പുതിയ ജനറേഷൻ കുറവാണ്. പക്ഷേ തീർച്ചയായിട്ടും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഗോൾ സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യുന്ന ആളുകളെ അറിയാം. അവരാണ് നമ്മളുടെ മാതൃകകൾ. ഇപ്പോൾ നമ്മൾ സച്ചിൻ തെണ്ടുൽക്കറിനെയൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ കൃത്യമാണ്. അപ്പോൾ അതുപോലെ റെയറായിട്ടുണ്ട്, പക്ഷേ ആ റെയറാണ് നമ്മളെല്ലാം ഐഡിയൽ മോഡൽസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഈ പുതിയ ഇപ്പം സ്നേഹലത മാം പറഞ്ഞ പോലെ പുതിയ കുട്ടികൾക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊസീജിയർ ചെയ്യാനുള്ള ഒരു ഇനിഷ്യൽ പ്ലാറ്റ്ഫോം സാറ് കൃത്യമായിട്ട് ഒരുക്കി തന്നു. എനിവേ താങ്ക് യു. ഗോൾ സെറ്റിങ്ങിൻ്റെ അടുത്ത ടോപ്പിക്കും ഒക്കെ നമുക്ക് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാം. സോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ റോയ് സാർ? എന്തെങ്കിലും ഫൈനൽ? ബാബു എന്ന് പറഞ്ഞ ആളുടെ അൺമ്യൂട്ട് ആണ് എന്തെങ്കിലും സാറേ? പക്ഷെ അത് കണക്റ്റഡ് അല്ല സാറേ, അത് ഇതില്ല മറ്റേ ആ മൈക്കിൽ. റോയ് സാർ എന്തെങ്കിലും കമന്റ് പറയുന്നുണ്ടോന്ന് ചോദിച്ചു. ഫൈനൽ ഒന്നുമില്ല. കേട്ടില്ല. മ്യൂട്ടാണ് സാറേ. മ്യൂട്ടാ. ഇനി റഫറി കാര്യമില്ല, ഈ വാക്കുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്യാം. വേറെ ഒന്നും വായിക്കണ്ട. ഈ പറഞ്ഞ സ്റ്റെപ്പുകളും അതിനായിട്ട് കോർഡിനേറ്റ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ വളരെ ഇതായി. അതിൽ ഏറ്റവും കൂടുതൽ റീച്ച് വരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമാണ്. കാരണം സെറ്റ് ചെയ്ത ഗോളൊന്നും റിസൾട്ട് കാണാത്തത് കൊണ്ട് എത്ര ഗോൾ സെറ്റിങ്ങിന്റെ വീഡിയോസും അല്ലെങ്കിൽ അറിവുകളും ഓരോന്നിന്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ മനസ്സിലത് വരുക, അതിങ്ങനെ ഒരു കാര്യം ചെയ്യണം. അത് ആ വേർഡിനെ ഒപ്പിച്ചത് കണ്ടുപിടിച്ചതും ആ ആശയങ്ങളില്ലേ, അതിലാണ് ആ വേർഡും അതിലൂടെ നമ്മളെ മനസ്സിലേക്ക് കയറുക. അത് ഭയങ്കരമായി റോയ് സാർ പറഞ്ഞ മാതിരിയാണ് നമ്മൾ അതിന്റെ കാറ്റഗറിയിലാണ് ഇതെല്ലാം പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറി അതൊരു ലക്ഷ്യബോധത്തോടുകൂടി അതിനെ ഐഡന്റിഫൈ ചെയ്ത്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഇമോഷണൽ എന്ന് പറഞ്ഞൊരു ടച്ച് എല്ലാത്തിലും കൊണ്ടുവരുന്നത് നമ്മൾ വൈകാരികമായിട്ടാണല്ലോ സാറേ. അപ്പൊ അതിനകത്തൊരു പ്രത്യേക നമുക്കത് ഒരു എന്താണ് വൈകാരികമായൊരു ബന്ധമൊക്കെ കൂടെ വരുമ്പോൾ നമ്മൾ അത് അച്ചീവ് ചെയ്യാനും നമ്മുടെ മനസ്സിൽ തട്ടി തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ളത് പറഞ്ഞ സാറ് പറഞ്ഞ ഇമോഷണൽ ലെവൽ വേണ്ടത്. സാർ പറഞ്ഞ ഊഫ് മോഡൽ എന്നൊക്കെ പറഞ്ഞ വേർഡുകളുമായിട്ട് അങ്ങോട്ട് ഇത് ചെയ്തപ്പോഴാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്, തടസ്സങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ മികച്ച ഫലം കാണണം. ആ ഇതൊക്കെ ഉണ്ടല്ലോ ഭയങ്കരമായ നമ്മളിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ അതിന്റെ ആശയങ്ങളിലൂടെ നമ്മൾ അങ്ങോട്ട്
ആ വേർഡുകളുടെ സെലക്ഷനാണ് ഭയങ്കരമായിട്ട്. അതെ അതെ. അല്ല ഈ നമ്മളെ ഇപ്പൊ സ്മാർട്ട് എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട്, ആ മാസ്റ്റർ. അതാണ് യെസ് സ്മാർട്ട് കോമണാ, എല്ലാരും ഇങ്ങനെ പറഞ്ഞതാണ്. അത് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വേണം, ഇത് ആർക്കും പറയാവുന്നതാ. പക്ഷെ അത് അനലൈസ് ചെയ്തൊക്കെ എങ്ങനെ വേണം അനലൈസ് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ ഇതല്ല, നമ്മളിലേക്ക് അതങ്ങ് കേറി. ഇന്ന അത് ഓക്കെ, ശരിയാണ്. പ്രത്യേകിച്ച് ഈ ഇനി എന്താ കോർപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോകേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. ഓക്കെ. അതെ, ഈ ആധുനിക ഈ കാലത്തിലോട്ടൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഈ ഗോൾ സെറ്റിംഗ് ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ മാതിരി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഒരുപാട് അതെ. ട്രെയിനിങ് എല്ലാവരും എടുക്കുന്ന ഒരു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്നാൽ അടുത്ത കാലത്തായി ഇതിനൊക്കെ ഒരു ചെറിയ ഒരു ഡീവിയേഷൻ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കോർപ്പറേറ്റ് ട്രെയിനിങ് ഒക്കെ എടുക്കുന്നവരാണെങ്കിലും പ്രത്യേകിച്ച് വർക്കിംഗ് ക്ലാസ് ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് കുറേ വന്ന മോഡലുകളിൽ നമ്മൾ അങ്ങനെ അറിയാവുന്ന മോഡലുകൾ നമ്മൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വേണ്ട കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് സാബു സാറിന്റെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളിവിടെ എല്ലാവരും അതാണ് വരുന്ന സാറേ, ഇത് എപ്പോഴും പുതുമയുള്ളതാണ്. കാരണം ഈ വിഷയം എപ്പോഴും പുതുമ. എല്ലാവരും ഡെയിലി ഗോളാണല്ലേ, ഡെയിലി അതെ ചെറിയ ഗോള്, ടെമ്പററി ഗോൾ, അല്ലെങ്കിൽ ലോങ് ടൈം, ഷോർട്ട് ടൈം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഗോൾ സെറ്റ് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് വേണ്ട ഈ റോ മെറ്റീരിയൽസും കൂടെ ഈ രീതിയിൽ ആകുമ്പോഴാണ് റിസൾട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് സാർ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഗോൾ സെറ്റിങ്ങിൻ്റെ വീഡിയോസിനൊക്കെ നല്ല നല്ല പവറാണ്. ആൾക്കാർ യെസ് സെർച്ച് ചെയ്യും. എപ്പോഴും വായിക്കും. ഇപ്പം അതുപോലെ സാറേ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ മെറ്റീരിയൽ ഒരു ഈ നമ്മൾ ഒക്യുപ്പൈ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ വീട് വെക്കുന്ന ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. പക്ഷേ സ്പിരിച്വൽ ലെവലിലും ഗോൾ സെറ്റ് ചെയ്ത് ആ ഒരു ലൈനിൽ പോകുന്നവരും ഒരുപാട് പേരുണ്ട് സാർ. സ്പിരിച്വലി എവിടേക്കാണ് പോകേണ്ടത്, നല്ലൊരു അതൊരു പാത്താണല്ലോ അതൊരു. അപ്പോൾ അതിൽ കൂടെ ഒക്കെ അതിന് ഗോൾ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ എനിക്ക് തോന്നുന്നു പണ്ടുള്ള മുനിമാർ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഗോൾ സെറ്റിംഗ് ഉണ്ടായിരുന്നുള്ളത് ചരിത്രം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു കാര്യം നമ്മുടെ ഈ റോബിൻ ശർമ്മയൊക്കെ ഇതിനെക്കുറിച്ച് എപ്പോഴും ദ മോങ് ഹൂ സോൾ ഹിസ് ഫെറാറി എന്ന് പറഞ്ഞ ബുക്കിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അതൊരു വല്ലാത്തൊരു ബുക്ക് കൂടിയാണ്. എങ്കിലും അത് പുള്ളിയുടെ ഭാഷയിൽ കൂടി ശൈലിയിൽ കൂടി ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് ഇതേപോലെ ഇത്ര മനോഹരമായി വാക്കുകൾ എഴുതിയ നമ്മളെ ഒരു ലൈൻ പോലും വിടാതെ നമ്മളെ വായിക്കാൻ പ്രകോപിപ്പിക്കുന്ന ഒരു ബുക്കാണ് റോബിൻ ശർമ്മയുടെ. അപ്പം അതുപോലെ തന്നെ നെപ്പോളിയൻ ഹില്ലാണെങ്കിലോ ഇതിനൊക്കെ പുള്ളി പറയുന്ന കാര്യങ്ങളിൽ എല്ലാം നമ്മുടെ ഒരു ബേണിംഗ് ഡിസൈറും ഈ ഗോൾ സെറ്റ്സും ഒക്കെ മാത്രമേ എപ്പോഴും നെപ്പോളിയൻ ഹില്ലിൻ്റെ ബുക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മളെ ഒരുപാട് എന്താണ് നമുക്ക് മോട്ടിവേഷൻ, നമുക്ക് നമ്മൾ തന്നെ അറിയാണ്ട് ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവും നമുക്കും വേണ്ട ഒരു ഗോൾ സെറ്റിംഗ് എന്നൊക്കെ ആ രീതിയിൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഗോൾ സെറ്റിങ്ങിൻ്റെ അകത്ത് കടന്നു വരുമ്പോൾ നമ്മുടെ അനിൽകുമാർ സാറിന്റെ വിഷയം കൂടെ വരും. ഒരു വിഷ്വലൈസേഷനും അല്ലെ, ഒരു അഫർമേഷനും കൂടെ കയറുമ്പോഴാണ് അതങ്ങോട്ട് ആണി അടിക്കുന്നത്. അല്ല മനോജ് സാർ ഇടയ്ക്ക് സൂചിപ്പിച്ചു വിഷ്വലൈസേഷൻ. അല്ല ഞാൻ അനിൽകുമാർ സാർ പറയുന്ന മാതിരി തന്നെ നമുക്ക് എന്താണ് അഫർമേഷൻസ് പറയുന്നവരെ ഒന്നും വരുമെന്നല്ലല്ലോ, അവരൊന്നും ഈ ഫ്യൂച്ചറിൽ നിന്ന് വരുന്ന കാര്യങ്ങളല്ലേ, എല്ലാം അവർ പൊസസ് ചെയ്ത് അവരുടെ കയ്യിലുണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് അല്ലേ അനിൽകുമാർ സാർ? അങ്ങനെയാണല്ലോ നമ്മൾ അഫർമേഷൻസ് പറയുന്നത്. ഇറ്റ്സ് വിത്ത് മീ, എനിക്കുണ്ട്, ഞാൻ അതാണ്. നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ ഉള്ളതിനെ നമ്മൾ ഓർക്കാറില്ലല്ലോ സാബു സാർ, ഇല്ലായ്മയെ കുറിച്ചാണല്ലോ നമ്മളെപ്പോഴും പറയുകയും അതൊരു പോരായ്മയാണെന്നും അത് വെട്ടിപ്പിടിക്കാനും ഒക്കെയാണല്ലോ നമ്മളെപ്പോഴും ശ്രദ്ധയുള്ളത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ളതിനൊരു വാല്യൂ ഇല്ല റോയ് സാറേ, അല്ലേ? അതല്ലേ ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ. സാറേ സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത് പിള്ളേർക്ക് ഒരു ലക്ഷ്യം ഉണ്ടാക്കാനും മറ്റേതിനൊക്കെ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതല്ല, ഏത് കാര്യത്തിനും ഏതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോഴും ഇതിനകത്തുനിന്ന് അതിന്റെ എഫക്റ്റ് ഉണ്ട്. അതാണ് അതിന്റെ കാര്യം. വളരെ ഇതായിട്ടുണ്ട്. ക്ലിയർ ഗോൾസിന്റെ കാര്യത്തിൽ പറഞ്ഞ ഒരു ബിഗ് പിക്ചർ കണ്ടിട്ട് അത് ഇങ്ങനെ പറഞ്ഞോളാം റിസോഴ്സ്ഫുൾ പേഴ്സണെ, അതായത് കൊളാബറേറ്റ് ചെയ്യണമെന്ന് ലിമിറ്റഡ് എന്ന് പറയുന്നതും ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ വളരെ ഇതായി. ഞാനൊരു ടാർജറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞതും അതുപോലെ തന്നെ വൈകാരികമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞതുണ്ടല്ലോ. വളരെ ഇതായിട്ട് നമുക്ക് ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒരു ഗൈഡ് ലൈൻസ് ആയിട്ട്. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു ഓൾ. എന്താണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയും സമയം ചെലവഴിക്കാനും ഇവിടെ എന്താണ് വാലിഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ, കമൻറ്റുകൾ, പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തതിനൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി. കൂട്ടത്തിൽ ഒരു ശുഭരാത്രി. സാബു സാറേ. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. നാളെ നമുക്ക് പാട്ട് വിശേഷത്തിൽ വീണ്ടും കാണാം. ബൈ. ബൈ.